സോ ഗ്രൂപ്പിൽ നമുക്ക് അറിയാം 4 ഡിഫറെൻറ്റ് ഏരിയാസ് ആണ് നമുക്ക് ഇവിടെ കവർ ചെയ്യാനുള്ളത്. ബേസിക് ഗ്രൂപ്പ്സ് ഉണ്ട്, അതേപോലെ തന്നെ ചേഞ്ച് ഇൻ ഗ്രൂപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. ദെൻ വി ഹാവ് ഫോറിൻ സബ്സിഡറി ആൻഡ് ഗ്രൂപ്പ് ക്യാഷ് ഫ്ലോ. സോ ഇങ്ങനെ 4 ഏരിയാസ് ആണ് നമുക്ക് ബേസിക്കലി ഗ്രൂപ്പിന്റെ ആ ഏരിയാസിൽ കവർ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഫോക്കസ് ചെയ്തതും അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇരുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചതും ഈ 4 മെയിൻ ഏരിയാസ് ആയിരിക്കും. സോ ബേസിക് ഗ്രൂപ്പ്സിൽ നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് ഗ്രൂപ്പ്സിലാണ് നമുക്ക് ഗുഡ് വിൽ കാൽക്കുലേഷൻ, അതേപോലെ തന്നെ ഗുഡ് വില്ലിന്റെ ഇമ്പയർമെന്റ്, ഓക്കെ, ദെൻ IFRS 11 joint arrangements, or talking about how will you account for this investments in separate financial statements, IAS 27, associate accounting, IAS 28. Then we discuss about business combination. നമ്മൾ അക്വയർ ചെയ്യുന്ന ഒരു ബിസിനസ് ഒരു പ്രോപ്പർ ബിസിനസ് ആണോ അല്ലെങ്കിൽ ഇസ് ഇറ്റ് ജസ്റ്റ് an asset acquisition. ഈ ഒരു ഏരിയാസ് ഒക്കെയാണ് നോളജ് ഏരിയ നമ്മൾ മെയിൻലി കവർ ചെയ്യുന്നുണ്ടാവുക ബേസിക് ഗ്രൂപ്പ്സിൽ. I hope all of you are aware about how to calculate goodwill impairment. ഈ പാർട്ടൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അതിന്റെ നോളജ് പാർട്ടിലേക്ക് ഞാൻ പോകുന്നില്ല. As we know, it's a question practice marathon. I will be focusing more on question practice areas. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ഗ്രൂപ്പ്സിൽ കവർ ചെയ്യാനുള്ളത്. സോ ചേഞ്ച് ഇൻ ഗ്രൂപ്പ് സ്ട്രക്ചറിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ 4 ഡിഫറെന്റ് ഏരിയാസ് ആണ്. ഒന്ന്, how will you account on step acquisition as well as how will you account step disposal. So step acquisition നമുക്ക് 2 scenarios ഉണ്ട്. That is no control to control and control to control situations. The same way step disposalലും നമുക്ക് ഇതേ situations തന്നെ ഉണ്ട്. That is control to control disposalലും control to no control disposalലും. So അങ്ങനെ ഈ 4 ഏരിയാസ് ആണ് ചേഞ്ച് ഇൻ ഗ്രൂപ്പ് സ്ട്രക്ചർ നമ്മൾ ഫോറിൻ ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഫോറിൻ സബ്സിഡിയിലേക്ക് വരുമ്പോൾ വി ആർ മെയിൻലി ഫോക്കസിങ് ഓൺ ട്രാൻസ്ലേഷൻ റിസർവ് കാൽക്കുലേഷൻ. നമുക്ക് ട്രാൻസ്ലേഷൻ റിസർവ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക. വേർ യു ഹാവ് ടു യൂസ് ദ ഗുഡ്വിൽ ട്രാൻസ്ലേഷൻ, യു നോ ഹൗ ടു ഡു ദ ഗുഡ്വിൽ ട്രാൻസ്ലേഷൻ ആസ് വെൽ as നെറ്റ് അസറ്റ്സ്. ഗുഡ്വില്ലിന്റെയും നെറ്റ് അസറ്റ്സിന്റെയും ട്രാൻസ്ലേഷൻ ആണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ആസ് വെൽ ആസ് വി നീഡ് ടു നോ ഹൗ ടു ഐഡന്റിഫൈ ഫങ്ഷണൽ കറൻസി. അപ്പോൾ അഥവാ ഒരു ഫോറിൻ കറൻസി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ നോളജ് ഏരിയ കവർ ചെയ്യേണ്ട ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന്, ഫങ്ഷണൽ കറൻസി ഐഡന്റിഫൈ ചെയ്യാൻ അറിയണം. ദെൻ ട്രാൻസ്ലേഷൻ റിസർവ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും ഇൻ കേസ് ഓഫ് ഗുഡ്വിൽ ട്രാൻസ്ലേഷൻ ആൻഡ് നെറ്റ് അസറ്റ് ട്രാൻസ്ലേഷൻ. ആൻഡ് ഫൈനലി ഗ്രൂപ്പ് ക്യാഷ് ഫ്ലോ. യു ഷുഡ് നോ ഹൗ ടു പ്രിപ്പയർ ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫൈനാൻസിങ് ക്യാഷ് ഫ്ലോ. ഓക്കെ, സോ മോസ്റ്റ്ലി ഞാൻ ഇതിൽ കണ്ടിട്ടുള്ളത് ഓപ്പറേറ്റിംഗിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. വിൽ പ്രാക്ടീസ് സം ക്വസ്റ്റ്യൻസ് ഓൺ ദിസ് ഏരിയ. ബിക്കോസ് ഇന്ന് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഗ്രൂപ്പ് ക്യാഷ് ഫ്ലോ ആണ്. ബിക്കോസ് ദാറ്റ് സംതിങ് വിച്ച് ഇസ് റിയലി ഡിഫിക്കൽട്ട് ഫോർ മോസ്റ്റ്ലി എവറി സ്റ്റുഡൻസ്. അപ്പോൾ ഗ്രൂപ്പ് ക്യാഷ് ഫ്ലോനെ ബേസ് ചെയ്തിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് ഗ്രൂപ്പ് ക്യാഷ് ഫ്ലോ. സോ ഗ്രൂപ്പ് ക്യാഷ് ഫ്ലോയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് അതിന്റെ ഫോർമാറ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. വി നോ ദാറ്റ് ഫസ്റ്റ് വി സ്റ്റാർട്ട് വിത്ത് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ പ്രോഫിറ്റ് വിച്ച് ഇസ് PBT. PBT എന്ന് പറഞ്ഞ ഫിഗർ വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്യാഷ് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ഈ പ്രോഫിറ്റ് ഫിഗറിലേക്ക് ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫ്രം ദ പ്രോഫിറ്റ് വി ആർ ട്രൈങ് ടു കാൽക്കുലേറ്റ് ദ ക്യാഷ് ഫ്ലോ. അപ്പോൾ ഓൾറെഡി പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത പല കാര്യങ്ങളും നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ്, വി ആർ ഗോയിങ് ടു റിവേഴ്സ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ, PBTക്ക് തൊട്ട് മുമ്പ് നമ്മൾ P&L എടുത്ത ഒരു എക്സ്പെൻസ് ആണ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. ബട്ട് അതൊരു എക്സ്പെൻസ് ആണ്, അത് ശരിക്കും ഒരു ക്യാഷ് ഫ്ലോസ് അല്ല. സോ ഫസ്റ്റ് പ്രോഫിറ്റിലേക്ക് നമ്മൾ എന്ത് ആഡ് ബാക്ക് ചെയ്യാം, P&L നിന്ന് എടുത്ത പ്രോഫിറ്റിലേക്ക് നമ്മൾ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആഡ് ബാക്ക്. സോ വിൽ ആഡ് ബാക്ക് ദാറ്റ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. ദെൻ അതേപോലെ തന്നെ വിൽ ആഡ് ബാക്ക് ഓർ അഡ്ജസ്റ്റ് ഓൾ നോൺ ക്യാഷ് അഡ്ജസ്റ്റ്മെന്റ്സ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട എല്ലാ നോൺ ക്യാഷ് ഐറ്റംസും അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ P&L വന്നിട്ടുള്ള നോൺ ക്യാഷ് ഐറ്റംസ്, ഫോർ എക്സാമ്പിൾ ഡിപ്രീസിയേഷൻ, ഇമ്പയർമെന്റ്, അമോർട്ടൈസേഷൻ, അങ്ങനെ നമ്മൾ P&L ഓൾറെഡി ചാർജ് ചെയ്തിട്ടുള്ള എക്സ്പെൻസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക. ദ സെയിം വേ P&L നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ള ഇൻകംസ് ഒക്കെ നമ്മൾ തിരിച്ച് ഡിഡക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പ്രോഫിറ്റ് ഓൺ ഡിസ്പോസൽ,
ഇനി ഒരു ഗ്രൂപ്പിന്റെ സെനയിലോട്ട് വരുമ്പോൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ്. ഓക്കെ, സോ അങ്ങനത്തെ ഇൻകംസ് നമ്മൾ എന്തൊക്കെ ഇൻകം ആണോ P&L കാണിച്ചത് വിച്ച് ആർ നോൺ ക്യാഷ്, വി ഹാവ് ടു ഡിഡക്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ P&L പ്രിപ്പയർ ചെയ്തപ്പോൾ ചാർജ് ചെയ്ത അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് ഡിഡക്ട് ചെയ്തൊക്കെ ഇവിടെ ക്യാഷ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നു. ദ സെയിം വേ ഇൻകം ആയിട്ട് കാണിച്ച ഐറ്റംസ് ഒക്കെ നമ്മൾ തിരിച്ചെന്ത് ചെയ്യുന്നു, വി ആർ ഡിഡക്ടിങ് ഇറ്റ്. അതാണ് ഫണ്ടമെന്റലി നമ്മൾ ക്യാഷ് ഫ്ലോ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഓപ്പറേറ്റിംഗ്. ദെൻ ഇത് കൂടാതെ ചില IAS സ്റ്റാൻഡേർഡിന്റെ സ്പെസിഫിക് അഡ്ജസ്റ്റ്മെന്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ IFRS 16 ബേസ് ചെയ്തിട്ട് എന്താണ് നോൺ ക്യാഷ് അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ വി നോ ദാറ്റ് IFRSൽ നമ്മൾ ചാർജ് ചെയ്യുന്ന എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു ആഡ് ബാക്ക്. മോസ്റ്റ്ലി അത് നമ്മൾ ഈ ഇൻട്രസ്റ്റ് എക്സ്പെൻസിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കും. സോ വെൻ വി ആഡ് ബാക്ക് ദാറ്റ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഈ പറയുന്ന IFRS 16ന്റെ ഇമ്പാക്റ്റും അവിടെ വന്നിട്ടുണ്ടാവും. IFRS 16 നമ്മൾ ചെയ്യുന്ന സമയത്ത് ലീസ് ലയബിലിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഉണ്ട്, ദാറ്റ് ഈസ് യൂഷ്വലി അക്കൗണ്ടഡ് ആസ് പാർട്ട് ഓഫ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. സോ അത് നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ആഡ് ബാക്ക്. അപ്പോൾ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുമ്പോൾ IFRS 16ന്റെ എഫക്റ്റ് വന്നോളും. ദെൻ വിത്ത് റിഗാർഡ്സ് ടു IFRS 15 ദർ ഇസ് നോ മച്ച് അഡ്ജസ്റ്റ്മെന്റ്സ്. ഇനിയും IAS 19 റിലേറ്റഡ് ആയിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെന്റ്സ് വരും. IAS 19 നിന്ന് നമ്മൾ ഡയറക്ട്ലി P&L ചാർജ് ചെയ്ത ഐറ്റം ആണ് വി നോ സർവീസ് കോസ്റ്റ്. സർവീസ് കോസ്റ്റ് ഇസ് സംതിങ് ദാറ്റ് വി ചാർജ് ടു P&L. അത് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ബാക്ക് ചെയ്യുക. ദ സെയിം വേ IAS 19 എന്ന് പറയുന്ന വേറൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ദ കോൺട്രിബ്യൂഷൻ ദാറ്റ് വി ഗീവ് ടു പെൻഷൻ സ്കീം. ആ കോൺട്രിബ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഡിഡക്ട് ചെയ്യുക. കോൺട്രിബ്യൂഷൻ നീഡ്സ് ടു ഗെറ്റ് ഡിഡക്റ്റഡ്. അപ്പോൾ സർവീസ് കോസ്റ്റ് ആഡ് ബാക്ക് ചെയ്യുന്നു, കോൺട്രിബ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഡക്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ മെയിൻ രണ്ട് അഡ്ജസ്റ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു IAS 19. സോ ഐ ഹാവ് സീൻ ദാറ്റ് ഈവൻ ഇൻ സം ഓഫ് ദ പാസ്റ്റ് പേപ്പേഴ്സ് IAS 19 ബേസ് ചെയ്തിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇനി IFRS 2ൽ നിന്ന് വരുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഷെയർ ബേസ്ഡ് പേയ്മെന്റിന്റെ എന്തെങ്കിലും എക്സ്പെൻസ് നമ്മൾ P&L ചാർജ് ചെയ്തുകൊണ്ടെങ്കിൽ ആ എക്സ്പെൻസ് എന്ത് ചെയ്യുക, അഗെയിൻ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക, ബിക്കോസ് ദിസ് ഇസ് ആൻ എക്സ്പെൻസ് നോട്ട് എ ക്യാഷ് ഫ്ലോ. സോ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ IFRS അല്ലെങ്കിൽ IAS 19 അല്ലെങ്കിൽ IFRS 2 റിലേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇൻ ക്യാഷ് ഫ്ലോ. സോ വിൽ ആഡ് ഇറ്റ് ബാക്ക് ആൻഡ് ഫൈനലി യു വിൽ ഗെറ്റ് ദ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ്. ഇതിലേക്ക് നമ്മൾ ഇനി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാം. സോ വാട്ട് ആർ ദ വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്സ് വി ഹാവ് ടു മേക്ക്? ഒന്ന്, increase or decrease in inventory. Then next one, increase or decrease in receivables. Then increase or decrease in payables. അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്സിലേക്ക് വരുമ്പോൾ. സോ ഓൾവേസ് റിമെമ്പർ ദാറ്റ് വെൻ ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ അസറ്റ് കൂടുന്ന സമയത്ത് എപ്പോഴും ഔട്ട്ഫ്ലോ ആയിരിക്കും. സോ ഇൻവെന്ററിയിലും റിസീവബിൾസിലും എപ്പോഴും ഇൻക്രീസ് ആണ് വന്നെങ്കിൽ, ഓപ്പണിംഗിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ ക്ലോസിംഗിലേക്ക് വരുമ്പോൾ ഇൻക്രീസ് ആണ് വന്നെങ്കിൽ അത് ഔട്ട്ഫ്ലോ ആയിട്ട് കാണിക്കുക, ഡിക്രീസ് ആണെങ്കിൽ അത് ഇൻഫ്ലോ ആയിട്ട് കാണിക്കുക. ദ സെയിം വേ പേയബിൾസ് ഇൻക്രീസ് ആവുന്ന സമയത്ത് നമ്മൾ പൈസ എടുത്തുകൊണ്ടാണ്, കടം എടുത്തുകൊണ്ടാണ് പേയബിൾസ് കൂടിയത്. സോ പേയബിൾസ് ഇൻക്രീസ് ആകുമ്പോൾ അതൊരു ഇൻഫ്ലോയും പേയബിൾസ് ഡിക്രീസ് ആകുമ്പോൾ അതൊരു ഔട്ട്ഫ്ലോ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ദെൻ യു വിൽ അഗെയിൻ ഗെറ്റ് എ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ്. അതിൽ നിന്ന് നമ്മൾ എന്ത് പേ ചെയ്യുക, വി ഹാവ് ടു ഡിഡക്ട് ഇൻട്രസ്റ്റ് പെയ്ഡ് ആൻഡ് ടാക്സ് പെയ്ഡ്. So how will you calculate this interest paid or tax paid amount? It is opening liability plus charge for the year minus closing liability. ഇതാണ് നമ്മുടെ ഫോർമുല ടു കാൽക്കുലേറ്റ് ദ പേയബിൾ എമൗണ്ട് അല്ലെങ്കിൽ പെയ്ഡ് എമൗണ്ട്. ഇറ്റ് ഈസ് സെയിം ഈവൻ ഫോർ ടാക്സ്. ഇപ്പൊ ടാക്സിലേക്ക് വരുമ്പോഴും സെയിം ഫോർമുല തന്നെ അപ്ലൈ ചെയ്താൽ മതി. ഓപ്പണിംഗ് ടാക്സ് ലയബിലിറ്റി പ്ലസ് ഈ വർഷത്തെ ചാർജ് എന്താണോ മൈനസ് ക്ലോസിംഗ് ലയബിലിറ്റി. അപ്പോൾ ടാക്സിൽ വരുമ്പോൾ ഓൾക്ക് ഓപ്പണിംഗ് ലയബിലിറ്റിയിൽ എന്തൊക്കെ വരും? ഇറ്റ് വിൽ ഇൻക്ലൂഡ് ബോത്ത് കറന്റ് ആൻഡ് ഡിഫേർഡ്. കറന്റും വരണം, ഡിഫേർഡ് ടാക്സും വരണം, ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റിയും വരണം. ക്ലോസിംഗിലും അതേപോലെ തന്നെ ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ബോത്ത് കറന്റ് ആൻഡ് ഡിഫേർഡ്. ടു അണ്ടർസ്റ്റാൻഡ് ദ ടാക്സ് പെയ്ഡ് എമൗണ്ട്, ഇതാണ് നമ്മുടെ ഫോർമുല.
So it's an outflow. And finally, you will get the net cash flow from operating activity. അപ്പോൾ കൂടുതലും ഓപ്പറേറ്റിംഗ് ആണ് നമുക്കൊരു കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ഒരു ഏരിയ. അതുകൊണ്ട് തന്നെ യു ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് സൈഡ്. ഓപ്പറേറ്റിംഗിന്റെ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഓപ്പറേറ്റിംഗ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ ക്യാഷ് ഫ്ലോ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. PBT വെച്ചിട്ട് നമ്മൾ തുടങ്ങും. ആ PBTയിലേക്ക് നമ്മൾ PBTയിലെ മെയിനിലോട്ടുള്ള ഓരോ P&L അഡ്ജസ്റ്റ്മെന്റ്സും റിവേഴ്സ് ചെയ്ത് പോകും. സ്റ്റാർട്ടിംഗ് വിത്ത് ഇൻട്രസ്റ്റ് എക്സ്പെൻസ്, വിൽ ഡു ദ നോൺ ക്യാഷ് അഡ്ജസ്റ്റ്മെന്റ്സ്, വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്, interest paid and tax paid, and finally you will get a net cash flow from operating activity. Just a quick ആയിട്ട് പറഞ്ഞു പോകുന്ന, ഐ ഹോപ്പ് ലൈക്ക് ഇറ്റ്സ് എ റിവിഷൻ സെക്ഷൻ. നിങ്ങൾ ഓൾമോസ്റ്റ് നമ്മൾ ക്ലാസ്സിലൊക്കെ ഇൻ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നിങ്ങളൊരു ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് വൈ ദിസ് ഫോർമുല ഈസ് ലൈക്ക് ദിസ്. അല്ലെങ്കിൽ ഈ ഫോർമാറ്റ് ക്ലിയർ ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്യുന്നേ ഉള്ളൂ. ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ പറയാതെ ഉള്ള ഏതെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് ഇപ്പോൾ എന്തെങ്കിലും ഓപ്പറേറ്റിംഗിൽ വന്നതിന്റെ എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സോ then we'll do a question to the 2000 നമ്മൾ ക്ലാസ്സിൽ ചെയ്താന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഒന്നുകൂടെ. ക്യാഷ് ഫ്ലോ എല്ലാവർക്കും ഒരു കൺസേൺ ആയിട്ടുള്ളതുകൊണ്ട് വി ഹാവ് ഗോട്ട് വെരി ലെസ് ക്വസ്റ്റ്യൻസ് ഫ്രം കിറ്റ് ഈവൻ ഇൻ ക്യാഷ് ഫ്ലോസ്. അപ്പോൾ യു ക്യാൻ ജസ്റ്റ് റിവൈസ് ദിസ് ക്വസ്റ്റ്യൻ. ഐ ഹോപ്പ് യു റിമെമ്പർ. ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ഇവിടെ അവർ എന്ത് വന്നിട്ടുണ്ട്? ദേ ഹാവ് ഗിവൺ എ P&L എക്സ്ട്രാക്ട് ആൻഡ് എക്സ്ട്രാക്ട് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ 2-3 അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് റിഗാർഡിംഗ് പെൻഷൻ സ്കീം, ഗുഡ് വിൽ ആൻഡ് PP ആൻഡ് ഇൻവെന്ററി. സോ 2 റിക്വയർമെന്റ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഒന്ന് കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ യൂസിംഗ് ഇൻഡയറക്റ്റ് മെത്തേഡ്, as well as explanation of specific requirement required to the group profit before tax to calculate cash flow from operations. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡ് പ്രകാരം ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യണം. as well as we have to discuss about each and every adjustments. ഓരോ അഡ്ജസ്റ്റ്മെന്റ്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഇതായിരുന്നു നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ. സോ ഞാൻ ഒന്നുകൂടെ റിവേഴ്സ് ചെയ്യുവാണ്. സോ ഓൾറെഡി ഒരു P&L എക്സ്ട്രാക്ട് നമുക്ക് തന്നിട്ടുണ്ട്. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് PBT. PBT is given directly there. So 209 ആണ് നമ്മുടെ PBT. സോ നമ്മുടെ ഫോർമാറ്റിലേക്ക് നമുക്ക് ആദ്യം അത് എഴുതാം. സോ 209 is PBT. ദെൻ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എത്രയാണെന്ന് നോക്കിയേ. ക്വസ്റ്റിനകത്ത് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് വന്നിട്ടുണ്ടോ? ഇല്ല, they have not specifically said the interest expense. ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ സ്പെസിഫിക്കലി എന്താണ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് നമുക്ക് അറിയത്തില്ല. ദേ ഹാവ് ഗിവൺ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ്. അതൊരു ഇൻകം ആണ്. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ് ഇറ്റ് ഈസ് നോട്ട് എ ക്യാഷ് ഫ്ലോ. ആസ് വെൽ ആസ് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്യാഷ് ഫ്ലോ ആണ്. നമ്മൾ ഓപ്പറേഷനിൽ കാണിക്കേണ്ട ഐറ്റം അല്ല. സോ ഈ 2 റീസൺ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുവാണ്? ഐ എം ഗോയിങ് ടു ഡിഡക്ട്. സോ ആസ് ഇറ്റ് ഇസ് ഗിവൺ ഹിയർ, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ് നമുക്ക് കുറയ്ക്കാം. ഹൗ മച്ച് ഈസ് ദ എമൗണ്ട്? ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ് എത്രയാണ് ഇവിടെ? 67 ആണ്. We are going to deduct it. Okay. Next, depreciation or amortization അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. So we can add it back. So when it comes to this adjustments, ഓരോ നോട്ട്സിലേക്ക് നോക്കുവാണെങ്കിൽ you can see first note is with regards to pension scheme. IAS 19 ആണ് ഇവിടുത്തെ അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ ഇത് റിയൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ യു ക്യാൻ എക്സ്പെക്ട് എ സിമിലർ മോഡൽ ക്വസ്റ്റ്യൻ ഈവൻ ഇൻ ഇയർ എക്സാം. ഓക്കെ. സോ പെൻഷൻ സ്കീമിലേക്ക് വരുന്ന സമയത്ത് സർവീസ് കോസ്റ്റ് 24 എന്ന് പറയുന്നുണ്ട്. സോ 24 million സർവീസ് കോസ്റ്റ് അവർ P&L ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ സർവീസ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? വൈൽ പ്രിപ്പയറിംഗ് ക്യാഷ് ഫ്ലോ അതൊരു എക്സ്പെൻസ് ആണ്. സോ വി ഹാവ് ടു ആഡ് ബാക്ക് ദാറ്റ് സർവീസ് കോസ്റ്റ്. ദെൻ ദർ ഇസ് കോൺട്രിബ്യൂഷൻ ടു ദ സ്കീം that needs to get deducted. എത്രയാണ് കോൺട്രിബ്യൂഷൻ ടു ദ സ്കീം? 15 million ആണ്. സോ ഐ എം ഗോയിങ് ടു ഡിഡക്ട് ദാറ്റ് 15 million കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് നമ്മൾ കുറയ്ക്കുക. ദെൻ ഷെയർ ബേസ്ഡ് പേയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും ഇവിടെ ഇല്ല. സോ വി ഡോണ്ട് നീഡ് ടു കൺസിഡർ ദാറ്റ്. ദെൻ ബെനിഫിറ്റ്സ് പെയ്ഡ് ഔട്ട് ഈസ് 31 million. അതിന്റെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വേണോ? വേണ്ട. ബിക്കോസ് ബെനിഫിറ്റ്സ് ആർ പെയ്ഡ് ഔട്ട്, അത് നമ്മുടെ പെൻഷൻ അസറ്റിനെയും പെൻഷൻ ലയബിലിറ്റിനെയാണ് കുറയ്ക്കുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ദർ ഇസ് നോ അതർ ക്യാഷ് ഫ്ലോ മൂവ്മെന്റ് ഓർ എനി ഇമ്പാക്ട് ഓൺ ദി FS. ദെൻ റീമെച്ചർമെന്റ് കമ്പണിന്റെ 3 million ഉണ്ട്. അത് നമ്മൾ OCയിൽ കാണിക്കുന്ന ഐറ്റം ആണ്. സോ ദാറ്റ് ദർ ഇസ് നോ അഡ്ജസ്റ്റ്മെന്റ് റിക്വയർഡ് ഇൻ ദ ക്യാഷ് ഫ്ലോ. ഓക്കെ. അപ്പോൾ
എന്തുകൊണ്ടാണ് ഞാൻ ഇത് അഡ്ജസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞത്? ബിക്കോസ് they have asked you to explain your adjustments. അപ്പോൾ your explanation should include അഡ്ജസ്റ്റ് ചെയ്ത ഐറ്റംസിനെയും നിങ്ങൾ എന്തുകൊണ്ട് 3 മില്യണും 31 മില്യണും അഡ്ജസ്റ്റ് ചെയ്തില്ല എന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. സോ മേക്ക് ഷുവർ ദാറ്റ് യു എക്സ്പ്ലെയിൻ ഇറ്റ് കറക്റ്റ്ലി. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പക്ഷേ യു ഷുഡ് എക്സ്പ്ലെയിൻ ഇറ്റ് ടു ദ എക്സാമിനർ. എങ്കിലും നിങ്ങൾക്ക് അതിന് കറക്റ്റ് ആയിട്ടുള്ള റിവാർഡ്സ് അവിടെ കിട്ടത്തുള്ളൂ. നൗ ഗുഡ്വില്ലിലേക്ക് വരുമ്പോൾ ഗുഡ്വിൽ വാസ് റിവ്യൂഡ് ഫോർ ഇമ്പയർമെന്റ് അറ്റ് ദ റിപ്പോർട്ടിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ഇമ്പയർമെന്റ് റൈസ്ഡ് ഓൺ ഗുഡ്വിൽ ഈസ് 10 മില്യൺ. അപ്പോൾ ആ 10 മില്യൺ ഇമ്പയർമെന്റ് നമ്മൾ എന്ത് ചെയ്യുക? വി ഹാവ് ടു അഡ്ജസ്റ്റ്. എന്താണ് ഇമ്പയർമെന്റ് അഡ്ജസ്റ്റ്മെന്റ്? വിൽ ആഡ് ഇറ്റ് ബാക്ക്. ആ 10 മില്യൺ ഇമ്പയർമെന്റ് നമുക്ക് ഇവിടെ തിരിച്ച് ആഡ് ബാക്ക്. ചെക്ക് is any other impairment or any sort of depreciation there? Yes, with respect to PPE കുറച്ച് adjustments ഉണ്ട്. They said that PPE included cash additions of 131 million and depreciation charged during the year was 99 million. So depreciation ഒരു 99 million ഉണ്ട് with respect to PPE. അത് നമ്മൾ എന്ത് ചെയ്യണം? We have to add back. Now, is any other adjustment we have to provide? An impairment loss of 43 million was recognized. So prior to the impairment, the group has a balance of 50 million of revaluation surplus, of which 20 million related to PPE impaired. അപ്പോൾ ആ ഇമ്പയർ ആയ PPE ഒരു കൈൻഡ് ഓഫ് റിവാലുവേഷൻ ആണ് ഈ പറയുന്ന 20 മില്യൺ. സോ ഓൾറെഡി 43 മില്യൺ ഇമ്പയർമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇമ്പയർമെന്റ് മൊത്തം നമ്മൾ ഇവിടെ ചാർജ് ചെയ്യത്തില്ല. വി വോണ്ട് ചാർജ് ടു P&L. ബിക്കോസ് ആ ഇമ്പയർഡ് ആയ അസറ്റിന് പ്രീവിയസ്ലി റിവാലുവേഷൻ സർപ്ലസ് ഉണ്ട്, വിച്ച് ഈസ് 20 മില്യൺ. സോ ഉറപ്പായിട്ട് നമ്മൾ ആ 20 മില്യൺ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എക്സസ് വന്ന 23 ആയിരിക്കും നമ്മൾ എവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക? P&Lലേക്ക് ചാർജ് ചെയ്തിട്ടുണ്ടാവുക. സോ വാട്ട്സ് അഡ്ജസ്റ്റ്മെന്റ് വി ഹാവ് ടു പ്രൊവൈഡ് ഇൻ ദ ക്യാഷ് ഫ്ലോ? മൊത്തം 43 നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണ്ട, ആ 23 മാത്രം ആഡ് ബാക്ക് ചെയ്താൽ മതി. ബിക്കോസ് ഔട്ട് ഓഫ് 43, 20 മില്യൺ വുഡ് ഹാവ് അഡ്ജസ്റ്റഡ് വിത്ത് റിവാലുവേഷൻ സർപ്ലസ് ഇൻ OCI. ബാക്കി വന്ന 23 ആയിരിക്കും P&L ചാർജ് ചെയ്തിട്ടുണ്ടാവുക. സോ ഐ എം ഗോയിങ് ടു ആഡ് ഇറ്റ് ബാക്ക് ഹിയർ. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഇത്രയാണ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു PPE ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെന്റ്. നൗ ഇൻവെന്ററിയിലേക്ക് വരുമ്പോൾ ദർ ഈസ് ട്രാൻസാക്ഷൻ ലോസ് ആസ് വെൽ, ട്രാൻസ്ലേഷൻ ലോസും ഉണ്ട്. സോ വി ക്യാൻ ലുക്ക് ഇൻ ടു ഇൻവെന്ററി ദെയർ. സോ ഗുഡ്സ് വെയർ പർച്ചേസ് ഫോർ ദിനാർ 80 മില്യൺ ക്യാഷ് when exchange rate was $1 is equal to dinar 5. Moise has not managed to sell these goods at 30 September 2008, and the net realizable value have decreased to 60 million dinar at 30 September 2008. അപ്പോൾ ഇൻവെന്ററി വിറ്റിട്ടില്ലെങ്കിലും there is an obsolescence happened to the inventory. അപ്പോൾ ഒബ്സലേറ്റ് ആയതുകൊണ്ട് 80 മില്യണിൽ നിന്ന് ദിനാറിൽ നിന്ന് ഇപ്പൊ ഇൻവെന്ററിയുടെ വാല്യൂ എത്ര ആയി? ദിനാർ 60 മില്യൺ ആയി. ഡ്യൂറിംഗ് ദ ടൈം പീരീഡ് എക്സ്ചേഞ്ച് റേറ്റ്സിലും വ്യത്യാസം വന്നിട്ടുണ്ട്. The exchange rate have changed from 5 dinar to 6 dinar. അപ്പോൾ ആ വന്ന ഡിഫറൻസ് എത്ര നമുക്ക് നോക്കാം. സോ ആസ് എ സെപ്പറേറ്റ് വർക്കിംഗ് നോട്ട് വി ഹാവ് ടു പ്രൊവൈഡ് ദിസ്. ഇവിടെ ഇൻവെന്ററിയുടെ ഓപ്പണിംഗ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 80 മില്യൺ ദിനാർസ് ആണ്. ആ സമയത്ത് എക്സ്ചേഞ്ച് റേറ്റ് $1 is equal to 5 dinars ആണ്. സോ when we are converting that to dollars, വാല്യൂ എത്ര വരും? 80/5, 16 മില്യൺ വരും. ഓക്കെ. നൗ ഇൻ 20x8, ഇത് 20x6 കാര്യമാണ്. X8 എത്തിയപ്പോഴത്തേക്കും ഇൻവെന്ററിയുടെ വാല്യൂ കുറഞ്ഞു, 60 മില്യൺ ദിനാർസ് ആയിട്ട് കുറഞ്ഞു, NRV പോയതുകൊണ്ട്. Apart from that, exchange rate movement also happened. Exchange rates have changed from $1 6 dinars നിന്ന് $1 5 dinars in 6 dinars ആയി. So what's the current value in dollars? 60/6. Okay. In dollars itself, ഒരു ലോസ് വന്നു ഇൻവെന്ററിയിൽ. എത്രയാണ്? ഇൻവെന്ററി ഹാവ് ചേഞ്ച് ഫ്രം 16 to 10 അല്ലെ? സോ ഹൗ യു വുഡ് ഹാവ് റെക്കോർഡഡ് ദിസ് ലോസ്? ഇതിന് എൻട്രി എന്തായിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക? ഡെബിറ്റ്, ഇൻവെന്ററിയിൽ ഒരു ലോസ് വന്നു. സോ ഇൻവെന്ററി ലോസ് വന്നതിൽ P&L ചാർജ് ചെയ്യണം. വിൽ ചാർജ് ടു കോസ്റ്റ് ഓഫ് സെയിൽസ്. നമ്മളത് കോസ്റ്റ് ഓഫ് സെയിൽസിലായിരിക്കും ചാർജ് ചെയ്യുന്നുണ്ടാവുക. 6 ഞാൻ കോസ്റ്റ് ഓഫ് സെയിൽസിലേക്ക് ചാർജ് ചെയ്തു, വിച്ച് ഇസ് ദ ഇമ്പയർമെന്റ് ലോസ് ഓഫ് ഇൻവെന്ററി. ദെൻ ഒബ്വിയസ്ലി നമ്മൾ അസറ്റിന്റെ വാല്യൂവിൽ നിന്ന് കുറയ്ക്കണം. സോ ക്രെഡിറ്റ് ഇൻവെന്ററി ബൈ 6 മില്യൺ. ഇതാണ് നമ്മൾ കൊടുത്ത അഡ്ജസ്റ്റ്മെന്റ്. ഇതായിരിക്കും നമ്മൾ കൊടുത്തിരുന്ന അഡ്ജസ്റ്റ്മെന്റ്. സോ ഇതിന്റെ ഇമ്പാക്ട് ക്യാഷ് ഫ്ലോയിലേക്ക് എങ്ങനെ വരും?
So with respect to inventory, there is a 6 million impairment loss. So നമ്മൾ ആ 6 million ഞാൻ നേണ്ട ഇവിടെ ബാക്കിയുള്ള ഇമ്പയർമെന്റ് ഡിപ്രീസിയേഷൻ ഒക്കെ ചെയ്ത പോലെ ഈ 6 ഞാൻ ഇങ്ങോട്ട് ആഡ് ചെയ്യുവാണ്. സോ ടോട്ടൽ 138 ആയി നമ്മുടെ നോൺ ക്യാഷ് അഡ്ജസ്റ്റ്മെന്റ്സ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണെന്ന് നോക്കിയേ, 10 വിത്ത് റെസ്പെക്ട് ടു ഇമ്പയർമെന്റ് ഓഫ് ഗുഡ് വിൽ, 99 ഡിപ്രീസിയേഷൻ, 23 ഇമ്പയർമെന്റ് ലോസ് ഓഫ് PP, 6 million ആഡ് ബാക്ക് ചെയ്ത് ഇമ്പയർമെന്റ് ലോസ് ഓഫ് ഇൻവെന്ററി. സോ ഇത്രയാണ് നമ്മൾ ചെയ്ത അഡ്ജസ്റ്റ്മെന്റ്. നൗ ദർ ഈസ് നോ ഷെയർ ബേസ്ഡ് പേയ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ചെക്ക് ഇറ്റ് ഔട്ട്. നമ്മുടെ നെറ്റ് ക്യാഷ് ഫ്ലോ എത്ര നോക്ക്, ബിഫോർ അഡ്ജസ്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ ഒരു 289 വരും. സോ നൗ വി ഹാവ് ടു അഡ്ജസ്റ്റ് ഫോർ ദ വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്സ്. സോ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ഇൻ ഇൻവെന്ററി നമുക്ക് നോക്കാം. സോ വാട്ട്സ് ദ അഡ്ജസ്റ്റ്മെന്റ് ഹാപ്പൻ ടു ഇൻവെന്ററി? ഇൻവെന്ററിയിൽ എന്താ അഡ്ജസ്റ്റ്മെന്റ് വന്നേ? ഇൻവെന്ററി ആക്ച്വലി 165 നിന്ന് 126 ആയി, ഡിക്രീസ് ആണ് സംഭവിച്ചത്. സോ ഡിക്രീസ് ഇൻ ഇൻവെന്ററി ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ? ഓക്കെ, സോ ഇവിടെ ഇൻവെന്ററിയിൽ വന്ന ചേഞ്ച് ഇതാണ്. ഇപ്പൊ ഇൻവെന്ററിയിൽ വന്ന ചേഞ്ച് എന്താണ്? ഇൻവെന്ററിയുടെ വാല്യൂ 80 മില്യൺ ദിനാർ ആയിരുന്നു. എക്സ്ചേഞ്ച് റേറ്റ് 5 ദിനാസ് ഈസ് ടു $1 എന്നുള്ളതായിരുന്നു. പിന്നെ ഇൻവെന്ററിയുടെ വാല്യൂ 60 മില്യൺ ആയി. ഇതല്ലേ അവര് പറഞ്ഞേ? ഓക്കെ, സോ ഐ കൺസിഡർ ദാറ്റ് മൂവ്മെന്റ്. ഇപ്പോൾ ഞാൻ ആ വർക്കിംഗിൽ എന്ത് ചെയ്തു? ആ ഇൻവെന്ററിയിൽ വന്ന ചേഞ്ച് നോക്കി. അപ്പോൾ ഡോളേഴ്സിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കിയപ്പം ഓപ്പണിംഗിലുള്ള ഇൻവെന്ററിയുടെ വാല്യൂ 60 മില്യണും ക്ലോസിംഗിലുള്ള ഇൻവെന്ററിയുടെ വാല്യൂ 10 മില്യണും ആയി. സോ ദർ ഇസ് എ ലോസ് ഹാപ്പൻഡ് ഇൻ ഇൻവെന്ററി. രണ്ട് റീസൺ ആണ്. ഒന്ന് NRV കുറഞ്ഞു, അതേപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റ് ലോസും ഉണ്ട്. സോ ഐ ഷുഡ് ചാർജ് ഇറ്റ് ടു P&L. അപ്പോൾ ഞാൻ എങ്ങനെ ചാർജ് ചെയ്തിട്ടുണ്ടാവുക? ഡെബിറ്റ് ടു കോസ്റ്റ് ഓഫ് സെയിൽസ് 6 ആൻഡ് ക്രെഡിറ്റ് ഇൻവെന്ററി 6. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ക്യാഷ് ഫ്ലോയിൽ ചെയ്ത അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇമ്പയർമെന്റ് ലോസ് വിച്ച് ഈസ് ചാർജ് ടു കോസ്റ്റ് ഓഫ് സെയിൽസ് ഞാൻ തിരിച്ച് ആഡ് ബാക്ക് ചെയ്തു. കാരണം അത് നോൺ ക്യാഷ് ഐറ്റം ആയതുകൊണ്ട് ആ 6 മില്യൺ ഞാൻ ഇങ്ങോട്ട് ആഡ് ബാക്ക് ചെയ്തു. അതാണ് ഞാൻ ചെയ്തത്. ആസ് ഓഫ് നൗ ഞാൻ ഇത്രയാണ് ചെയ്തത്. സോ ഇൻവെന്ററിയുടെ ലോസ് എത്ര നോക്കി, ആ ലോസിനെ നമ്മൾ P&L ചാർജ് ചെയ്തു. ബട്ട് വി നോ ദാറ്റ് P&L ഒരു എക്സ്പെൻസ് ആണത്, ഒരു ക്യാഷ് ഫ്ലോ മൂവ്മെന്റ് അല്ല. സോ ഐ ജസ്റ്റ് ആഡഡ് ബാക്ക് ദാറ്റ് എമൗണ്ട് ടു ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നമ്മൾ ഡിപ്രീസിയേഷനും ഇമ്പയർമെന്റും അമോർട്ടൈസേഷനും ഒക്കെ ആഡ് ബാക്ക് ചെയ്യും, ബിക്കോസ് ദീസ് ആർ നോൺ ക്യാഷ് എക്സ്പെൻസസ്. അങ്ങനെ വന്നൊരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ് 6 മില്യൺ. ബിക്കോസ് ഇൻവെന്ററി നമ്മൾ വിറ്റിട്ടൊന്നും ഇല്ലല്ലോ, ബേസിക്കലി ഇൻവെന്ററിയുടെ വാല്യൂ കുറഞ്ഞാണ്. സോ ദാറ്റ് ഇമ്പയർമെന്റ് ലോസ് വി ആഡഡ് ബാക്ക് ഹിയർ as an adjustment to operating activity. Is it clear? Right. Now, ഇൻവെന്ററിയുടെയും റിസീവബിൾസിനെയും പേയബിൾസിനെയും മൂവ്മെന്റ് നമുക്ക് നോക്കാം. സോ ഇൻവെന്ററിയിൽ വന്ന മൂവ്മെന്റ് എത്ര നോക്കിയേ? ഇൻവെന്ററി ആക്ച്വലി 165 നിന്ന് 126 എത്തി. സോ ഇൻവെന്ററി കുറഞ്ഞു. 165 എത്ര എത്തി? 126 എത്തി. സോ എഫക്റ്റീവ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ ദർ ഇസ് എ മൂവ്മെന്റ് ഓഫ് 39 ഇൻഫ്ലോ വന്നു. ബട്ട് ഇൻ റിയാലിറ്റി ശരിക്കും ഒരു 39 മൂവ്മെന്റ് ഉണ്ടോ ഇൻവെന്ററിയിൽ? 126 നിന്ന് 165 നിന്ന് 126 ആയിട്ടുണ്ട്. ബട്ട് ഇൻ റിയാലിറ്റി ശരിക്കും ക്യാഷ് ഫ്ലോ മൂവ്മെന്റ് നടന്നോ? 39 മൂവ്മെന്റ് അവിടെ ശരിക്കും നടന്നോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി നോ ദാറ്റ് ഈ 6 മില്യൺ നമ്മൾ ഇൻവെന്ററി അക്കൗണ്ടിൽ നിന്ന് കുറച്ചിട്ടുണ്ട്. അത് ഇൻവെന്ററി ഇമ്പയർ ആയതുകൊണ്ട് ഇൻവെന്ററിയുടെ വാല്യൂ കുറഞ്ഞതാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ആക്ച്വലി മേ ബി ഒരു 6 മില്യൺ ഡിഫറൻസ്, ആ 39 മില്യണിൽ ഒരു 6 മില്യൺ ഡിഫറൻസ് എന്തുകൊണ്ട് വന്നതാണ്? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഇമ്പയർമെന്റ് ലോസ് ഓഫ് ഇൻവെന്ററി. അപ്പൊ എഫക്റ്റീവ്ലി ക്യാഷ് ഫ്ലോ മൂവ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഇൻവെന്ററി എത്രയേ ഉള്ളൂ? 39 ഇല്ല. 39 നിന്ന് ഈ 6 നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ മുകളിൽ നമ്മൾ നോൺ ക്യാഷ് എക്സ്പെൻസ് ആയിട്ടും അഡ്ജസ്റ്റ് ചെയ്യണം,
Now inventory working capital adjustment നമ്മൾ ചെയ്യുന്നതുകൊണ്ട് with respect to working capital adjustment we have seen that the total inventory movement is 39. ശരിക്കും അത് ക്യാഷ് ഫ്ലോയിൽ വന്ന മൂവ്മെന്റ് അല്ല. ഔട്ട് ഓഫ് വിച്ച് 6 റിലേറ്റഡ് ടു ലോസ് ഹാപ്പൻഡ് ഇൻ ഇൻവെന്ററി. അപ്പൊ ആ ലോസ് ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ശരിക്കും മൂവ്മെന്റ് എത്രയേ ഉള്ളൂ? ഇൻവെന്ററിയുടെ മൂവ്മെന്റ് എത്രയേ ഉള്ളൂ? 33 ഉള്ളൂ. ബാക്കി 6 million മൂവ്മെന്റ് അല്ല, ലോസിൽ വന്നാണ് 6 million. So the basic inflow in inventory is only 33. Now trade receivables വന്ന മൂവ്മെന്റ് എത്ര നോക്കിയേ? from 149 it increased to 156. അതിൽ വേറെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും ഇല്ല. 149 to 156 ഇൻക്രീസ് ആണ് വന്നത്. ഇപ്പൊ റിസീവബിൾസ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ? റിസീവബിൾസ് കൂടുകയാണ് ചെയ്തേ, ഇറ്റ്സ് എ ഔട്ട്ഫ്ലോ. കാരണം നമ്മൾ കൂടുതൽ കടം കൊടുത്തു, അതുകൊണ്ടാണ് നമുക്കിപ്പോൾ റിസീവബിൾസ് കൂടിയത്. നേരത്തെ 149 million ആയിരുന്നു നമുക്ക് കിട്ടാനുള്ളത്, ഇപ്പോൾ 156 million കിട്ടാനുണ്ട്. സോ ദാറ്റ് മീൻസ് നമ്മൾ അങ്ങോട്ട് കടം കൊടുത്തു എന്നാണ്. സോ ദാറ്റ്സ് എൻ ഔട്ട്ഫ്ലോ. 149 to 156 ഇറ്റ്സ് എൻ ഔട്ട്ഫ്ലോ. സോ 7 million ഔട്ട്ഫ്ലോ ആണ്. ആൻഡ് വാട്ട് അബൌട്ട് പേയബിൾസ്? 197 നിന്ന് 215 ആയി. അപ്പൊ നേരത്തെ കടം 197 ഉണ്ടായിരുന്നു, ഇപ്പൊ കടം കൂടി 215 എത്തി ഡെറ്റ്. സോ ദാറ്റ് മീൻസ് നമ്മൾ കൂടുതൽ കടം വാങ്ങിച്ചു എന്നാണ്. സോ ബേസിക്കലി ഇറ്റ് ഈസ് കൺസിഡർ ആസ് എൻ ഇൻഫ്ലോ. അതെന്തായിട്ട് വരും? ഇൻഫ്ലോ ആയിട്ട് വരും. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പൊ ഇത്രയാണ് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ്സ്. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തു. അപ്പാർട്ട് ഫ്രം ദാറ്റ് there is no other adjustments here. ബിക്കോസ് ഇൻട്രസ്റ്റ് പെയ്ഡും ടാക്സ് പെയ്ഡും ഒന്നും ഇവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻ എത്ര വരും? 333 വരും. So this is how we'll prepare the operating cash flow. So make it simple. ആ ബേസിക് ഫോർമാറ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ്സ് ഓരോന്നും ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ എപ്പോഴും ക്യാഷ് ഫ്ലോ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ they will ask you to explain the adjustments. So I hope ബാക്കിയുള്ള ഏരിയാസ് ഒക്കെ സ്റ്റുഡൻസ് നോർമലി കംഫർട്ടബിൾ ആണ്. ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ കേസുകളൊക്കെ. ബട്ട് ഈ ക്യാഷ് ഫ്ലോസിലേക്ക് വരുമ്പോഴാണ് ഇത്തിരി ഒരു ഇഷ്യൂ ഉള്ളത്. So that's the reason I am just focusing on cash flow today. ലാസ്റ്റ് സിറ്റിംഗിലും ക്യാഷ് ഫ്ലോ വന്നപ്പോഴാണ് കുറേയൊക്കെ സ്റ്റുഡൻസിന് ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ആയത്. സോ ദിസ് ഇസ് ഹൗ വിൽ പ്രിപ്പയർ ദ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. ക്ലിയർ ആണോ ഇത്? Sir, impairment depreciation 138 total എങ്ങനെയാ വന്ന? I have 10 ഉണ്ട്, 23 ഉണ്ട്, 99 ഉണ്ട്. Yes. Oh, plus 6. Okay. Okay. So this is one question we can practice with respect to cash flow, which is MOIS 2018 question ആയിരുന്നു. Another one we have from our latest kit, question number 1. That is also from cash flow. So we can discuss that. This Cabello. So ഇത് ഒരു cash flow related question ആണ്. Here they asked to prepare a revised cash flow. അപ്പോൾ ഇവർ ഓൾറെഡി സ്പ്രെഡ്ഷീറ്റ് ഇവിടെ given ആണ്. They have given the spreadsheet here. We just need to prepare the cash flow. ഇതിൽ നമ്മൾ കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് മാത്രം ചെയ്താൽ മതി. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അവർ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യുക? വി ഹാവ് ടു മേക്ക് ദ അഡ്ജസ്റ്റ്മെന്റ്സ്. ഓക്കെ, സോ ഫസ്റ്റ് ആ പ്രീ ഫോർമാറ്റ് നമുക്കൊന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, സോ ഹിയർ ഐ ജസ്റ്റ് കോപ്പി ദാറ്റ് ഫോർമാറ്റ്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. സോ അവർ കുറച്ച് ക്യാഷ് ഫ്ലോസ് നമുക്ക് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. ക്വസ്റ്റിനകത്തിൽ ഒരു പ്രീ അഡ്ജസ്റ്റഡ് ഫോർമാറ്റ് തന്നിട്ടുണ്ട്. വി ജസ്റ്റ് നീഡ് ടു മേക്ക് ദോസ് അഡ്ജസ്റ്റ്മെന്റ്സ്. സോ ക്യാഷ് ഫ്ലോസ് നോക്കുക. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അവർ തന്നു. പ്രോഫിറ്റ് ബിഫോർ taxation and depreciation, it is 138,100. Depreciation directly തന്നു 625,060. Increase in inventory and cash generated from operation, everything is given there. Okay, and the taxation paid amount is given.
So the cash flow from operating activity will be according to the format they have given, it is 781,860. Okay, അതിലാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം, ബാക്കി then we'll do it further. സോ ഇതിൽ ആഫ്റ്റർ റീഡിങ് ദ ക്വസ്റ്റ്യൻ ഇവിടെ ഓൾറെഡി നമുക്കൊരു ഹെൽപ്പ് അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കൺസോളിഡേറ്റഡ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സിനെയും അഡീഷണലി പുട്ടിൻ ചെയ്താൽ മതി. സോ അതിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇഫ് യു റീഡ് ദിസ് ക്വസ്റ്റ്യൻ, നമുക്കത് ഫുള്ളായിട്ട് ആ ക്വസ്റ്റ്യൻ വായിക്കേണ്ടി വരും. then only you'll understand that. So ഇവിടെ ബേസിക്കലി നടന്ന ഒരു കമ്പനി അക്വസിഷൻ ആണ്. So the K company is a parent company and their financial year end is 31st December 2005. So the first exhibit talks about acquisition, second one about financial instrument, and third one about consolidated extract. So when talking about the acquisition part, K company acquired 80% of shares, equity shares of Trados company. The consideration consists of $5 cash per share acquired, an issue of 1 share of K company for every 4 shares acquired in T company. And K's policy is to value NC at the fair value at the date of acquisition. The fair value of K company and the subsidiary T on 30 June were 13 and 8 respectively. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വാല്യുവേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ തന്നിട്ടുണ്ട്. And they have given the net assets as well, which is 747, 700, 600. And along with that, there's a fair value adjustment also. The only fair value adjustment on acquisition related to plant is 50,000 above its carrying amount. And the group pays a 30% tax. Deferred tax was correctly accounted for within the consolidated position. But deferred tax adjustment നമ്മളിവിടെ ചെയ്യണം. The taxation figure in the P&L is 385,600. അതാണ് ഈ വർഷത്തെ ചാർജ്. This figure is included as taxation paid in the drafted statement of cash flow. അപ്പോൾ അതൊരു മിസ്റ്റേക്ക് ആണ് ഇവിടെ ചെയ്തത്. കാരണം എന്താണോ ഒരു P&L ഈ വർഷം ചാർജ് ചെയ്ത എക്സ്പെൻസ്, അതാണ് ഇവർ എന്ത് ചെയ്തേക്കുന്നത്, ടാക്സേഷൻ പെയ്ഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് P&L. But we know that how will you calculate taxation paid? It is opening liability plus current year charge minus closing. അതാണ് ടാക്സേഷൻ പെയ്ഡിന്റെ കാൽക്കുലേഷൻ. പക്ഷെ ഇവർ ബൈ മിസ്റ്റേക്ക് എന്താ ചെയ്തത്, ഈ വർഷത്തെ ചാർജ് ആണ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ P&L കാണിച്ച ചാർജ് ആണ് എടുത്തിട്ട് എന്ത് ചെയ്തേക്കുന്നത്, ക്യാഷ് ഫ്ലോ പേയ്മെന്റ് ആയിട്ട് ടാക്സ് പെയ്ഡ് ആയിട്ട് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതൊരു മിസ്റ്റേക്ക് ആണ്. The group financial controller has accurately completed the consolidated statement of financial position and P&L and OCA, but the consolidated cash flow is in draft. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. The financial controller has not yet considered the impact of acquiring Trados on the consolidated statement of cash flow. അപ്പോൾ ഈ പുതിയ കമ്പനിനെ അക്വയർ ചെയ്തപ്പം വന്ന ക്യാഷ് ഫ്ലോ ഇമ്പാക്ട്സ് ഒന്നും ഇവർ ഇതുവരെ കൺസിഡർ ചെയ്തിട്ടില്ല. സോ വി നീഡ് ടു കൺസിഡർ ദാറ്റ്. The statement of cash flow figures for the movements in inventory, trade payables, receivables, PP have been calculated by considering this by simply difference between year-end balance in the consolidated SOFP from 31st December 2004 and X5. അപ്പോൾ ഇവര് ബാക്കി എല്ലാം വർക്കിംഗ് ക്യാപിറ്റൽ മൂവ്മെന്റ് ഒക്കെ സിംപ്ലി ഓപ്പണിംഗ് മൈനസ് ക്ലോസിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ക്യാഷ് ഫ്ലോ കൺസോളിഡേറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും അവർ ചെയ്തിട്ടില്ല. And goodwill of this company was impaired during the year. There are no other goodwill impairment within the group. The depreciation charge for the year is 31st December 2005 625,060 ആണ്. And there were no disposal of non-current asset by the group during the year, although there are some additions paid for by cash. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിൻലി ഉള്ള അഡ്ജസ്റ്റ്മെന്റ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്താ, നമുക്ക് ആദ്യം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഗുഡ്വിൽ ഇമ്പയർ ആയി എന്ന് പറയുന്നുണ്ട്, ബട്ട് എത്രയാണ് ഇമ്പയർമെന്റ് നമുക്ക് അറിയത്തില്ല. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ഗുഡ്വിൽ ഫസ്റ്റ്. ബാക്കി SOFPയും P&L ഒക്കെ അവർ പ്രോപ്പർലി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഗുഡ്വില്ലിന്റെ ഇമ്പയർമെന്റ് എത്രയാണ് എമൗണ്ട് എന്ന് പറയുന്നുണ്ടോ? ഹാവ് ദേ മെൻഷൻഡ് എനിത്തിങ് അബൌട്ട് ദ ഇമ്പയർമെന്റ് പെർസെന്റേജ് ഹിയർ? എത്ര ശതമാനമാണ് ഗുഡ്വിൽ ഇമ്പയർ ആയെന്ന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഗുഡ്വിൽ ഇമ്പയർ ആയത് എങ്ങനെ കണ്ടുപിടിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റിനകത്തില്? അവർ ഓൾറെഡി SOFP ഒക്കെ പ്രോപ്പർലി ആണ് ചെയ്തതെന്ന് പറയുന്നുണ്ടല്ലോ. സോ ഓപ്പണിംഗ് ഗുഡ്വിൽ തന്നിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദിസ് പർട്ടിക്കുലർ സബ്സിഡറി ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റ്സിലുള്ള ഗുഡ്വിൽ ആണത് 44100 ആണ്. ക്ലോസിംഗ് ഗുഡ്വിൽ 447,400 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം,
ഈ ഓപ്പണിംഗ് ഗുഡ്വില്ലിലേക്ക് നമുക്ക് ഈ സബ്സിഡിന്റെ അക്വസിഷന്റെ ഭാഗമായിട്ട് വന്ന് ഗുഡ്വിൽ ആഡ് ചെയ്യുക. ആൻഡ് ഇഫ് ദർ ഈസ് എനി മിസ്മാച്ച് വിത്ത് ദ ക്ലോസിംഗ് ഫിഗർ ദെൻ വി ക്യാൻ സീ ദാറ്റ് ആ ഡിഫറൻസ് എമൗണ്ട് ആയിരിക്കും എന്ത്, ഇമ്പയർമെന്റ്. അപ്പോൾ നമ്മൾ അഡീഷണലി വന്ന ഗുഡ്വിൽ ആഡ് ചെയ്തിട്ട് കിട്ടേണ്ട ക്ലോസിംഗ് ഫിഗർ അല്ല 447,400 എങ്കിൽ then I can say that ആ ഡിഫറൻസ് എമൗണ്ട് എന്തായിരിക്കും, ഇമ്പയർമെന്റ് ആയിരിക്കും. സോ അത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി ഗുഡ്വിൽ ഹിയർ. അപ്പോൾ ഇവിടെ ഡയറക്ട്ലി ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ക്വസ്റ്റിനകത്ത് റിക്വയർമെന്റ് ഇല്ല, ക്യാഷ് ഫ്ലോ മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. പ്രീ പോപ്പുലേറ്റഡ് ക്യാഷ് ഫ്ലോ കംപ്ലീറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ 14 മാർക്സിന്. ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി നീഡ് ടു ഡു ദ ഗുഡ്വിൽ കാൽക്കുലേഷൻ. ഓക്കെ, അപ്പൊ അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഇങ്ങനെ ഒരു സ്വനാരി തരുമ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഗുഡ്വിൽ, എങ്കിലേ ആ ഗുഡ്വിൽ ഇമ്പയർമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് ആ ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ ചെയ്തേ. as workings, how will you calculate the goodwill here? നമുക്ക് വർക്കിംഗ് നോട്ട് ചെയ്യാം ഗുഡ്വില്ലിന്റെ. സോ ഇവിടെ ക്യാഷ് കൺസിഡറേഷൻ ഉണ്ട്, പിന്നെ there is share consideration, then fair value of NCA plus fair value of net assets. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇവിടെ ഉള്ള അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഗുഡ്വില്ലിന്റെ എമൗണ്ട് എത്ര വരും? How much is the cash consideration we paid? Cash consideration എത്ര വന്നേ? 400. യെസ്, ക്യാഷ് നമ്മൾ പേ ചെയ്തത് ഓരോ ഷെയറിനും എത്ര വെച്ചിട്ടാണ്? $8 അല്ലേ? സോറി, $5 വെച്ചിട്ടാണ് നമ്മൾ പേ ചെയ്തത്. സോ 80% ഓഫ് 100,000 ഷെയർസ് ആണ് നമ്മൾ അക്വയർ ചെയ്തത്. സോ എത്ര വരും? 80% ഓഫ് 100,000 മീൻസ് 80,000 into 5. So cash is 400,000. Now share exchange എത്രയാണ്? 1 for every 4 shares. yes, 1 for every 4 shares ആണ് നമ്മൾ അക്വയർ ചെയ്തേക്കുന്നത്. ഒരു ഷെയറിന്റെ വാല്യൂ എത്രയാണ്? പേരന്റിന്റെ കബേലയുടെ ഒരു ഷെയറിന്റെ വാല്യൂ 13 ആണ്. സോ ഷെയർ എക്സ്ചേഞ്ചിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 1/4 into 800,000. 800 അല്ല, 80,000 multiplied by 30. ഇപ്പൊ 260,000 ആണ് നമ്മുടെ ഫെയർ വാല്യൂ ഓഫ് ഷെയർ കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ്. Then NCയുടെ വാല്യൂ, NC is holding 20% shares. So 100,000 20% 20,000 shares and each share is worth 8. So അതിന്റെ വാല്യൂ എത്ര വന്നു? 160,000 വന്നു. സോ ഇത്രയും ക്ലിയർ ആണോ? NCയുടെ വാല്യൂ അതേപോലെ തന്നെ ടോട്ടൽ കൺസിഡറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഈ പാർട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, സോ നൗ വി ഹാവ് ടു ഡു ദ നെറ്റ് അസറ്റ് കാൽക്കുലേഷൻ. ഇപ്പൊ നെറ്റ് അസറ്റ്സിൽ എന്തൊക്കെ വരുന്നത്? ഓൾറെഡി 747,600 ഉണ്ട് നെറ്റ് അസറ്റ്സിൽ ക്യാരിങ് എമൗണ്ട്. അതുകൂടാതെ ദ ഓൺലി ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ഈസ് 50,000 വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ലാൻഡ്. സോ വി ഹാവ് ടു അഡ്ജസ്റ്റ് ദിസ്. So carrying value of net assets 747,600. Then fair value adjustment with respect to land 50,000. So ഇത് രണ്ടും ചെയ്യുക. ഇതിലേക്ക് വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നെറ്റ് അസറ്റിലേക്ക് വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണോ? യെസ്, വി ഹാവ് ടു കൺസിഡർ ദ ഡിഫേർഡ് ടാക്സ് ഇമ്പാക്ട്. സോ ഇവിടെ ഡിഫേർഡ് ടാക്സിന്റെ എമൗണ്ട് അവർ പറയുന്നുണ്ട്, ബാക്കിയെല്ലാം കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നും അവർ പറയുന്നുണ്ട്. സോ 30% ആണ് ഗ്രൂപ്പ് പേ ചെയ്യുന്ന ടാക്സ്. So here, when the fair value of this land have increased in our books, carrying value അത് increase വന്നു, പക്ഷെ ആ increase എവിടെ വന്നിട്ടില്ല?
that increase is not there in the tax books. So it will create deferred tax liability. So നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? On that 50,000 there will be a temporary difference. അത് into 30%. So ഇത് നമ്മൾ deferred tax liability ആണ്. So that will reduce our net assets. അത് നമ്മൾ net assetsനെ കുറയ്ക്കും. ക്ലിയർ ആണോ? സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ നെറ്റ് അസറ്റ്സ് എത്ര വരും? ടോട്ടൽ ഓഫ് നെറ്റ് അസറ്റ്സ് വിൽ ബി ഹൗ മച്ച്? നെറ്റ് ചെയ്യുമ്പോൾ എത്ര വരുന്നേ? Is 782,600 and total consideration will be 820,000. So ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും നമ്മുടെ ഗുഡ് വിൽ എന്ന് പറയുന്നത്. So goodwill on acquisition will be 37,400. So ഇപ്പൊ നമുക്ക് ഗുഡ്വില്ലേ കിട്ടിയിട്ടുള്ളൂ, പക്ഷെ ഗുഡ്വിൽ അല്ല നമുക്ക് വേണ്ടത്. വി നീഡ് ദ ഇമ്പയർമെന്റ് പോർഷൻ. സോ ഗുഡ്വില് കിട്ടിയ എല്ലാവർക്കും? സോ ഇതിലേക്ക് നമ്മൾ ഇമ്പയർമെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സോ ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് ഇസ് ഗിവൻ ദാറ്റ് ഓപ്പണിംഗ് ഗുഡ്വിൽ തന്നിട്ടുണ്ട്. കമ്പനിയുടെ ടോട്ടൽ ആ ഗ്രൂപ്പിന്റെ ഓപ്പണിംഗ് ഗുഡ്വിൽ. ഹൗ മച്ച് വാസ് ദ ഓപ്പണിംഗ് ഗുഡ്വിൽ? എത്രയായിരുന്നു ഓപ്പണിംഗ് ഗുഡ്വില് ബിഫോർ അക്വയറിംഗ് ട്രൂഡോസ്? 441,100. Then on acquisition വന്ന ഗുഡ്വിൽ എത്രയാണ്? 37,400. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ഗുഡ്വിൽ എത്ര വരണം? 478,500 വരണം. പക്ഷേ ക്ലോസിംഗിൽ എത്ര ഗുഡ്വിൽ ഉള്ളൂ? ക്ലോസിംഗ് ഗുഡ്വിൽ എത്രയേ ഉള്ളൂ? 447,400 ഉള്ളൂ. ക്ലോസിംഗ് ഗുഡ്വിൽ ഈസ് ഓൺലി 447,400. ഗ്രൂപ്പിന്റെ ക്ലോസിംഗ് ഗുഡ്വിൽ എത്രയാണ്? 447,400. സോ ആ ഡിഫറൻസ് എമൗണ്ട് എന്തായിരിക്കും? ആ ഡിക്രീസ് വന്നത് ഇമ്പയർമെന്റ് ലോസ് ആണ്. സോ ഹൗ മച്ച് ഈസ് ദ ഇമ്പയർമെന്റ് ലോസ്? 3,100. അതാണ് നമ്മുടെ ഇമ്പയർമെന്റ് ലോസ്. Is that clear everyone? അപ്പൊ ആ ഇമ്പയർമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് ക്ലിയർ ആണോ? സോ along with ഡിപ്രീസിയേഷൻ അവർ കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്ന ഇമ്പയർമെന്റ്. ആ ഇമ്പയർമെന്റ് പോർഷൻ നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്യും. സോ ഇമ്പയർമെന്റ് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇമ്പയർമെന്റ് ഓൺ ഗുഡ് വിൽ വർക്കിംഗ് നോട്ട് നമ്പർ 1 നമ്മൾ ചെയ്തത് അഡ്ജസ്റ്റ് ചെയ്യുക. വാട്ട്സ് ദ എമൗണ്ട്? 31,100. അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുക. So either you can show it as a separate working note. സെപ്പറേറ്റ് നോട്ട് വേണമെങ്കിൽ അത് ചെയ്യാം. Or you can adjust it directly on this one. ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഇതാണ് നമ്മളിപ്പോ ചെയ്തൊരു അഡ്ജസ്റ്റ്മെന്റ്. Then ഇത് കൂടാതെ നമ്മൾ ഇനി എന്താ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? What else we need to adjust? ഇനി ബാക്കിയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. Which are adjustments in inventory basically.
സോ ഇൻവെന്ററിയിൽ വന്ന അഡ്ജസ്റ്റ്മെന്റ് എത്ര നോക്ക്. ഇൻവെന്ററിയിലേക്ക് അവർ 658,100 ഇൻക്രീസ് ആണെന്നാ പറഞ്ഞേക്കുന്നത്. They said that there is an increase in inventory of 658,100. They said there is an increase in inventory of 658,100. അപ്പൊ അതൊരു ഔട്ട്ഫ്ലോ ആയിട്ടാണ് കിടക്കുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അവരെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞേ. സിംപ്ലി അവർ വേറെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും ചെയ്തിട്ടില്ല. കൺസൾട്ടേറ്റഡ് എഫ് എസിലെ ഓപ്പണിംഗ് വാല്യൂസും ക്ലോസിംഗ് വാല്യൂസും തമ്മിൽ ഡിഫറൻസ് എടുത്താന്ന് പറഞ്ഞത്. സിംപ്ലി ദേ കൺസിഡർ ഡിഫറൻസ് ഇൻ ഇയർ ആൻഡ് ബാലൻസസ് ഓഫ് SOSP ഫ്രം 31st December 2023 X4 to X5. അപ്പൊ X4 ഉണ്ടായിരുന്ന കൺസൾട്ടേറ്റഡ് എഫ് എസിലെ ഗ്രൂപ്പിന്റെ വാല്യൂ ഓഫ് ഇൻവെന്ററിയും അത് X4 കമ്പയർ ചെയ്തു എന്നാ പറഞ്ഞത്. സോ ആ കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്ക് എന്തായിരിക്കും? അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്ക് എന്തായിരിക്കും? അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് എന്താ? യെസ്, സബ്സിഡിന്റെ നോട്ട് ടേക്കൺ എന്നുള്ളതല്ല, സബ്സിഡി വാല്യൂ ഇസ് ആക്ച്വലി ഇൻക്ലൂഡഡ്. സോ വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ സബ്സിഡിയുടെ ഇൻവെന്ററി ഉണ്ടല്ലോ 256,800, അതും ഗ്രൂപ്പിന്റെ ക്ലോസിംഗ് ബാലൻസിൽ ഇൻക്ലൂഡ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഇൻക്രീസ് വന്നതിൽ ഇപ്പൊ ടോട്ടൽ എത്ര ഇൻക്രീസ് വന്നു? ആ ഇൻക്രീസ് വന്നതിനകത്തിൽ ഈ സബ്സിഡിയുടെ ഇൻവെന്ററി ഓഫ് 256,800 ഉണ്ട്. അപ്പൊ അതൊരു ക്യാഷ് ഫ്ലോ ഇമ്പാക്റ്റ് ആണോ? അത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച ഇൻവെന്ററി ആണോ? അല്ല. ആസ് പെർ ദ കൺസൾട്ടേഷൻ ഗ്രൂപ്പിന് ഇൻവെന്ററിയിലേക്ക് വന്നതാണത്. അപ്പൊ ആ 256,800നെയും കൂടെ ഒരു ഔട്ട്ഫ്ലോ ആയിട്ടാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പൊ അത്രയും ഔട്ട്ഫ്ലോ നമുക്ക് ആക്ച്വലി ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ അതുകൊണ്ട് ഈ 256,800 എന്ത് ചെയ്യാം? നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാം. വി ഹാവ് ടു ആഡ് ബാക്ക് 256,800 എങ്കിലേ ആ കൺസൾട്ടേഷൻ അഡ്ജസ്റ്റ്മെന്റ്സ് കറക്റ്റ് ആവത്തുള്ളൂ. So your actual inventory balance increase should be 401,300. മനസ്സിലായോ? The same way receivables ഒരു ഇൻക്രീസ് വന്നു 211,500 എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ആക്ച്വലി റിസീവബിൾസിന്റെ ഒരു ബാലൻസ് 220,300 ആരുടെ ഉണ്ട്? സബ്സിഡിന്റെ 220,300 ഉണ്ട്. അപ്പൊ അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവർ ടോട്ടൽ ഇൻക്രീസ് ഇൻ റിസീവബിൾ ഓഫ് എത്ര വന്നേ? 211,500 വന്നേ. സോ അതിലേക്ക് നമ്മൾ ഇപ്പൊ പറഞ്ഞ സെയിം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക. സോ വി ഹാവ് ടു ആഡ് ഇറ്റ് ബാക്ക്. സോ 220,300 നമ്മൾ അങ്ങോട്ട് ആഡ് ബാക്ക് ചെയ്യും. അപ്പൊ ശരിക്കും റിസീവബിൾസിൽ ഒരു ഇൻക്രീസ് അല്ല വന്നത്. ആക്ച്വലി ദാറ്റ് വാസ് എ ഡിക്രീസ്. സോ എഫക്റ്റീവ്ലി ദർ ഇസ് എ ഡിക്രീസ് ഓഫ് 8,800. ക്ലിയർ ആണോ? സോ ഈ രണ്ട് അഡ്ജസ്റ്റ്മെന്റ്സ് മനസ്സിലായോ? ആക്ച്വലി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഒരു നോട്ടായിട്ട് കാണിച്ചാൽ മതി. So I will just show it as a separate note. കൺസൾട്ടേഷൻ അഡ്ജസ്റ്റ്മെന്റ് പോലെ ഞാൻ കാണിക്കാം. സോ ഒരു കൺഫ്യൂഷൻ വേണ്ട. ആ ഇമ്പയർമെന്റ് ഭാഗത്തും നമുക്ക് സെപ്പറേറ്റ്ലി കാണിക്കാം. സർ നേരത്തെ ഇൻവെന്ററിയിൽ 401 എങ്ങനെയാ വന്നത്? ഏതാണോ നമ്മൾ നേരത്തെ ആഡ് ബാക്ക് ചെയ്തത്? സബ്സിഡിന്റെ ബാലൻസ് അങ്ങോട്ട് ആഡ് ബാക്ക് ചെയ്തത്. ഓൾറെഡി അവർ തന്നിരിക്കുന്ന വാല്യൂ എത്രയായിരുന്നു? ഇൻവെന്ററിയുടെ 658,100 അല്ലേ? ആ, അപ്പൊ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? സബ്സിഡിന്റെ വാല്യൂ നമ്മൾ ആഡ് ബാക്ക് ചെയ്തു. അപ്പോഴാണ് 401,300 കിട്ടുന്നത്. സോ ദാറ്റ്സ് യുവർ റിവൈസ്ഡ് ക്യാഷ് ഫ്ലോ. എനിക്ക് 392,300 കിട്ടുന്നത്. 658,100ലേക്ക് 256,800 ആഡ് ചെയ്യുക. 392 ആണോ വരുന്നത്? 392.
ഒന്നുകൂടെ ചെയ്ത് നോക്കടാ. 658,100 മൈനസ് 658,100 പ്ലസ് 256,800 401,300 ആണ് വരേണ്ടത്. മൈനസ് 401,300. ആക്ച്വലി ഒരു പ്ലസ് മൈനസ് കൊണ്ട് ഡിഫറൻസ് എടുത്താൽ മതി. Okay. ഓക്കെ, ദെൻ ഇൻ ദ സെയിം വേ റിസീവബിൾസിൽ നമ്മൾ എത്ര അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? Even in receivable also we have to do the same adjustment. Receivable balance എത്രയായിരുന്നു? Actually it was 211,100. അതിലേക്ക് ഈ amount add back ചെയ്യാം. So that the final balance will be 8. Revised cash flow will be 8,800 എന്ന് വരും. And finally in the payables part, payables actually ഒരു decrease ആണ് വന്നത്. പേയബിൾസിലേക്ക് വരുമ്പോൾ there is a decrease. സോ അതുകൊണ്ടാണ് ഇവിടെ ഒരു ഔട്ട്ഫ്ലോ ആയിട്ട് അവർ കാണിച്ചത്. 175,400 അവരൊരു ഔട്ട്ഫ്ലോ ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, സബ്സിഡറിന്റെ പേയബിൾസിൽ ഒരു ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ, ക്യാരിങ് എമൗണ്ട്. there is a payables of 175,400. അപ്പോൾ ടോട്ടൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ മൂവ്മെന്റ് എന്താ വന്നേ? ഇൻക്രീസ് ഇൻ പേയബിൾസ് എന്നാ പറഞ്ഞേ. പക്ഷെ അത്രയും ഇൻക്രീസ് ഇല്ല. 93,900 ഇൻക്രീസ് വന്നതിന്റെ റീസൺ എന്താ? സബ്സിഡിന്റെ പേയബിളൂടെ വന്നുകൊണ്ടാണ്. സോ ആക്ച്വലി ഇതിന്റെ റിവേഴ്സ് വരും. സോ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഐ ആം ഗോയിങ് ടു ഡിഡക്ട് ഇറ്റ്. സോ 93,900 ഞാൻ എന്ത് കുറയ്ക്കണം? 175,400 നമ്മൾ കുറയ്ക്കണം. So the revised cash flow should be 81,500. സോ ഈ 3 അഡ്ജസ്റ്റ്മെന്റ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. ഇത് 3 ഇവിടുത്തെ ഒരു മേജർ അഡ്ജസ്റ്റ്മെന്റ്. അതല്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എന്താണ്? വി ജസ്റ്റ് അഡ്ജസ്റ്റഡ് ഫോർ ദി ഇമ്പയർമെന്റ് ആൻഡ് വി ജസ്റ്റ് അഡ്ജസ്റ്റഡ് ഫോർ ദ ഡിപ്രീസിയേഷൻ. അപ്പൊ എഫക്റ്റീവ്ലി നിങ്ങളുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് എത്ര വരും? സോ ഇതിൽ വേറെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും ഇല്ല. ഇറ്റ്സ് സെയിം എമൗണ്ട്. ഡിപ്രീസിയേഷനും വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ല. ഇറ്റ്സ് സെയിം എമൗണ്ട്. അപ്പൊ ആകെ അഡ്ജസ്റ്റ്മെന്റ് വന്നത് ആ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റും പിന്നെ ഇമ്പയർമെന്റും ആണ്. സോ അങ്ങനെയാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻ എത്ര വരും? The revised cash flow from operation will be 1469,160 വരും. ഇമ്പയർമെന്റ് പോർഷൻ ഒന്നുണ്ട്. ഇമ്പയർമെന്റ് ഉണ്ട്. സോ ഇറ്റ് വിൽ ബി 1,500, 260. 1,500, 260 വരും. ഇതാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻ. കറക്റ്റ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻ. ഇറ്റ്സ് ക്ലിയർ എവരിവൺ? യെസ്, വി ഹാവ് ടു ടോട്ടൽ ഇറ്റ്. അപ്പോൾ കാരണം ഇത് റിവൈസ് ക്യാഷ് ഫ്ലോ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കാണിക്കുമല്ലേ. സോ ആ ഡ്രാഫ്റ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കും. So this is about the operation part. In the same way, we need to do it for investing as well. So investing il endana vanna adjustment nokke. Cash flow from investing il endana adjustment varande? അവർ ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു പ്രീപോപ്പുലേറ്റഡ് വാല്യൂസ് തന്നിട്ടുണ്ട്. സോ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗിൽ അക്വസിഷൻ ഓഫ് PPയും അതേപോലെ തന്നെ
കൺസിഡറേഷൻ പെയ്ഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞത്. ബട്ട് വി നോ റൈറ്റ് നോ വി നോ വാട്ട്സ് എ കൺസിഡറേഷൻ പെയ്ഡ്. സോ അക്വസിഷൻ ഓഫ് PP 543,600 ആണ് തന്നേക്കുന്നത്. സോ അത് കറക്റ്റ് ആണോ നമ്മൾ നോക്കണം. And they have given consideration paid as well. Consideration paid എത്രയാണെന്ന് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. So how will you understand what's the PP additions or acquisitions or disposal ആണോ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ജസ്റ്റ് PPന്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നമ്മൾ കമ്പയർ ചെയ്യാം. സോ ഓപ്പണിംഗ് ബാലൻസ് 331,300 ആണ് PPന്റെ ഓപ്പണിംഗ് ബാലൻസ്. PPയുടെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? ഇറ്റ് ഈസ് 312,300. Then PPയിലേക്ക് ഈ വർഷം വന്ന അഡീഷൻസ് എത്ര നമുക്ക് അറിയത്തില്ല. വി നീഡ് ടു കാൽക്കുലേറ്റ് ഇറ്റ്. ദെൻ ഫെയർ വാല്യൂ അപ്ലിഫ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. എത്രയായിരുന്നു ഫെയർ വാല്യൂ അപ്ലിഫ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഫെയർ വാല്യൂ വന്ന ഇൻക്രീസ് എത്രയാണ്? 50,000 ആണ്. യെസ്. ദെൻ ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. എത്രയായിരുന്നു ഡിപ്രീസിയേഷൻ? നമ്മൾ മേലിൽ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. വിച്ച് 625,060. ഓക്കെ. സോ ഇതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും വാല്യൂ എത്ര വരണ്ടേ? 255 ആ വാല്യൂ ആണ്. പിന്നെ PPയുടെ വാല്യൂ ഉണ്ട്. PP ഓഫ് സബ്സിഡറി എത്ര നോക്കിയേ? സബ്സിഡീന്റെ PPന്റെ വാല്യൂ ഉണ്ട് 421,000. സബ്സിഡി PPയുടെ വാല്യൂ 421,000. സബ്സിഡിയുടെ PP വാല്യൂ ഉണ്ട് 421,000. അത് അവർ കൺസൾട്ടേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സോ വി ഹാവ് ടു കൺസിഡർ ഇറ്റ്. Trudeau PP is 421,000. സോ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം 297,1,240 ആണ് വരേണ്ടത് അല്ലേ? പക്ഷെ ആസ് ഓൺ ഡിസംബർ നോക്കുവാണെങ്കിൽ കൺസൾട്ടേറ്റഡ് FSൽ എത്ര ഉണ്ട് വാല്യൂ? PPന്റെ കൺസൾട്ടേറ്റഡ് FSന് അത് കറക്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. വാല്യൂ ഈസ് 368,900. എത്രയാണ്? 368,900. 368,900. ഓക്കെ. ഇതാണ് ക്ലോസിംഗ് PP. അങ്ങനെയാണെങ്കിൽ ആ ഇൻക്രീസ് വന്ന എന്തായിരിക്കും? ആ ഡിഫറൻസ് എന്തായിരിക്കും? അഡീഷൻസ് ടു PP. സോ അഡീഷൻസ് ടു PP ആസ് എ ബാലൻസ് ഫിഗർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു അഡ്ജസ്റ്റ് ഇറ്റ്. Additions to PPE, the value is 697. 660. So the additions ആണ്. So it will be considered as an outflow. Operating cash flow എന്തായിരിക്കും? ഒരു outflow ആയിരിക്കും. ക്ലിയർ ആണോ? Is it clear, guys? സോ അവർ കാണിച്ചത് 543,600 ഉള്ളൂ. ആക്ച്വലി
the cash flow is $697,660. ഇതാണ് കറക്റ്റ് ക്യാഷ് ഫ്ലോ. in the investing. Then consideration paid to Rosso തന്നിട്ടുണ്ട്. കൺസിഡറേഷൻ പെയ്ഡ് എത്രയാണ്? നമ്മൾ 400,000 ആണ് പേ ചെയ്തത്. നോക്കുമ്പോൾ കൺസിഡറേഷൻ പേ ചെയ്തത് 400,000 ആണ്. പക്ഷെ ഓൾവേസ് റിമെമ്പർ ദാറ്റ് വെൻ വി അക്വയർ എ സബ്സിഡറി അവരുടെ കയ്യിൽ എന്തുണ്ട്? ദേ ഡു ഹാവ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് ബാലൻസ്. എത്രയാണ് അവരുടെ കയ്യിലുള്ള ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് ബാലൻസ്? അക്വയർ ചെയ്യുന്ന സമയത്ത് സബ്സിഡിയുടെ ബുക്സിൽ ഓൾറെഡി ഒരു ക്യാഷ് ബാലൻസ് ഉണ്ട്. എത്രയാണ്? 24,900. അപ്പൊ അത് നെറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം നിങ്ങൾ ക്യാഷ് ഫ്ലോ ആയിട്ട് കാണിക്കാൻ. അത് നെറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം. വി ഹാവ് ടു ഷോ ഇറ്റ് ആസ് എ ക്യാഷ് ഫ്ലോ. 24,900 നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നെറ്റ് ചെയ്യുക. കാരണം സബ്സിഡിയുടെ ബാലൻസിലുള്ളതായിരുന്നു. സോ എഫക്റ്റീവ്ലി നമ്മുടെ നെറ്റ് ക്യാഷ് ഫ്ലോ മൂവ്മെന്റ് ഫോർ അക്വയറിംഗ് സബ്സിഡറി ഷുഡ് ബി ഹൗ മച്ച്? ഷുഡ് ബി 37,500. $37,500. അപ്പോൾ ഓൾവേസ് റിമെമ്പർ ദാറ്റ് വെൻ വി അക്വയർ എ സബ്സിഡറി നമ്മൾ കൊടുത്ത കൺസിഡറേഷൻ എന്താണോ അതിൽ നിന്ന് സബ്സിഡിയുടെ ബാലൻസിലുള്ള ക്യാഷ് ഫ്ലോ നമ്മൾ കുറയ്ക്കണം. അപ്പോൾ നമ്മുടെ നെറ്റ് ക്യാഷ് ഫ്ലോ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? ഇറ്റ് ഈസ് 371,500. 375,100. സോറി 375. 375,100. ഇതാണ് നമ്മുടെ ക്യാഷ് പെയ്ഡ് ടു അക്വയർ ദാറ്റ് സബ്സിഡറി. നമുക്ക് ആകെ അപ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി മാത്രമാണ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട്. സോ ഇത് രണ്ടുമാണ് നമ്മുടെ ടോട്ടൽ ക്യാഷ് ഔട്ട് ഫ്ലോസ് വെൻ ഇറ്റ് കംസ് ടു ഇൻവെസ്റ്റിംഗ്. സോ അതിന്റെ ടോട്ടൽ എടുക്കുമ്പോൾ എത്ര വരും? 107,2,760 ഔട്ട് ഫ്ലോ. അതാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയുടെ അഡ്ജസ്റ്റ്മെന്റ്. സോ നൗ വി ഹാവ് ടു, അപ്പോൾ ടോട്ടൽ 14 മാർക്സ് ആണ് ഇത്രയും അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്. സോ വി ഹാവ് ഡൺ ദാറ്റ് അഡ്ജസ്റ്റ്മെന്റ്. ഇനി ഇവിടെ ആകെയുള്ള തന്നെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് പെൻഡിങ് ഉള്ളത് ദാറ്റ് ഈസ് ടാക്സ് പെയ്ഡ് കണ്ടുപിടിക്കുന്നതാണ്. സോ വി നോ ദ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻ ഈസ് 10500, 260. അതിൽ നിന്ന് ടാക്സ് പെയ്ഡ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. സോ അവർ ടാക്സ് പെയ്ഡ് കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാണ്? അവർ കണ്ടുപിടിച്ചിരിക്കുന്ന ടാക്സ് പെയ്ഡ് എന്ന് പറയുന്നത് ചാർജ് ആണ്. P&Lലേക്ക് ഈ വർഷം വന്ന ചാർജ് ആണ്. ഈ വർഷത്തെ ചാർജ് ടു P&L ആണ് അവർ എന്തായിട്ട് കാണിച്ചേക്കുന്ന പറഞ്ഞേ? ഈ ടാക്സ് പെയ്ഡ് 385,600 ഈ വർഷത്തെ ചാർജാ. സോ അതല്ല നമ്മൾ ടാക്സ് പെയ്ഡിൽ കാണിക്കേണ്ടത്. അപ്പൊ ടാക്സ് പെയ്ഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഓപ്പണിംഗ് ലയബിലിറ്റീസ് പ്ലസ് ഈ വർഷത്തെ ചാർജ് മൈനസ് ക്ലോസിംഗ്. സോ ഓപ്പണിംഗ് ലയബിലിറ്റി എത്രയൊക്കെയാണ്? 250,000 256,900 ആണ്. $250,000 and 256,900. അതേ പ്ലസ് ആ എമൗണ്ട് എൻ്റെ കൂടെ ഈ വർഷത്തെ ചാർജ് 385,600 ഈ വർഷത്തെ P&Lലേക്ക് പോയ ചാർജ് മൈനസ് ക്ലോസിംഗ് ചെയ്യുക. ക്ലോസിംഗ് ഈസ് 130,000. 130,000 plus 364,300. എഫക്റ്റീവ് നമ്മൾ ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞ ഫിഗർ എത്രയാണ്? വിച്ച് ഈസ് ഓപ്പണിംഗ് പ്ലസ് ഒരു ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് കൂടെ ഉണ്ടല്ലേ? 15,000 ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. സോ 413,200 ആയിരിക്കും നമ്മുടെ ടാക്സ് പെയ്ഡ് വരുന്നത്.
Okay. So your net cash flow from operation will be 10,087,060. So ഇത് രണ്ടുമാണ് നമുക്ക് ക്യാഷ് ഫ്ലോ റിലേറ്റഡ് ആയിട്ട് മെയിൻലി ഉള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ഈവൻ ഫ്രം ദ റിവിഷൻ കിറ്റ് ബേസ്ഡ് ഓൺ ദ പാസ്റ്റ് പേപ്പേഴ്സ്. സോ ആക്ച്വലി നിങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് വേണം ചെയ്യാൻ. എനിക്ക് അവിടെ ഞാൻ വർക്കിംഗ് നോട്ട് കൂടെ ചെയ്തുകൊണ്ടാണ് ആ ഗ്യാപ്പ് അവിടെ വന്നത്. അതർവൈസ് യു ഹാവ് ടു ഡു ഇറ്റ് ഇൻ ദ സെയിം പേജ്. ഓക്കെ. ഇൻവെസ്റ്റിംഗിൽ നമുക്ക് ആകെ രണ്ട് അഡ്ജസ്റ്റ്മെന്റേ ഉള്ളൂ. ഒന്ന് PPന്റെ വാല്യൂ കറക്ഷനും പിന്നെ ആ കൺസിഡറേഷൻ പെയ്ഡ് കാൽക്കുലേറ്റ് ചെയ്യും. സോ ടോട്ടൽ ഇത്രയും ചെയ്തതിന് 14 മാർക്സ് ആണ്. ആൻഡ് വി ഹാവ് ടു എക്സ്പ്ലെയിൻ ഈച്ച് ആൻഡ് എവറി അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ ക്യാഷ് ഫ്ലോ ഇറ്റ്സ് വെരി സിമ്പിൾ. ആ ഫോർമാറ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ യു ഷുഡ് നോ ഹൗ ടു ചേഞ്ച് യുവർ ഫോർമാറ്റ്. ചിലപ്പോൾ ഇപ്പൊ നമ്മൾ കണ്ട നോട്ട്സ് ആയിരിക്കത്തില്ല എക്സാമിന് വരുമ്പോൾ. സോ പാനിക് ആവാതെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുക. ക്യാഷ് ഫ്ലോ ഇസ് ആക്ച്വലി മോർ ഈസി ബിക്കോസ് ഡേറ്റാസ് ഒക്കെ തരുന്നുണ്ടാവും. നിങ്ങൾക്ക് ആ ഡിഫറൻസ് എമൗണ്ടും ബാലൻസ് ഫിഗറും കണ്ടുപിടിച്ചത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അറിഞ്ഞാൽ മതി. ഓക്കെ. സോ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനിലും ഈവൻ ഹിയർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ദേ ആസ്ക് ടു കാൽക്കുലേറ്റ് ഗുഡ് വിൽ. അപ്പോൾ ഗുഡ് വിൽ കാൽക്കുലേഷൻ നമ്മൾ ബേസിക് ഗ്രൂപ്പിൽ പഠിക്കുന്നതാണെങ്കിലും ഓൾമോസ്റ്റ് ഇൻ എവറി ഏരിയാസ് ദർ ഇസ് എ ഗുഡ് വിൽ കാൽക്കുലേഷൻ. അപ്പോൾ ഗുഡ് വിൽ എന്താണെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ആൻഡ് ഫ്രം ക്യാഷ് ഫ്ലോ മേ ബി ഈവൻ ദിസ് ടൈം ഓൾസോ ദർ ഇസ് എ ചാൻസ് ഡിഫിക്കൽട്ട്നെസ് വെച്ചിട്ട് ക്യാഷ് ഫ്ലോ തന്നെ വരാൻ സാധ്യതയുണ്ട്. റെസ്റ്റ് ഓഫ് ദ ടോപ്പിക്സ് ആസ് വി നോ ലൈക്ക് അത്യാവശ്യം നമുക്ക് ഈസി ആണ്. അതിനെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഡിസ്കസ്. ചേഞ്ച് ഇൻ ഗ്രൂപ്പ് സ്ട്രക്ചറിലോ അല്ലെങ്കിൽ ഫോറിൻ കമ്പനിയുടെ ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഡു എ ക്വസ്റ്റ്യൻ ഫ്രം ദാറ്റ് ഏരിയ. ഇപ്പോൾ ഈ ചെയ്ത് ക്ലിയർ ആണോ? ക്യാഷ് ഫ്ലോസ് ഇപ്പോൾ ക്ലിയർ ആണോ? ക്യാഷ് ഫ്ലോസിൽ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ. നൗ ഫോറിൻ സബ്സിഡിയിലേക്ക് വരുമ്പോൾ ആസ് വി നോ ദാറ്റ് ഫോറിൻ സബ്സിഡിയിൽ എപ്പോഴും അവർ ചോദിക്കുന്നുണ്ടാവുക ഫൈൻഡ് ഫങ്ഷണൽ കറൻസി എന്നുള്ളതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ സബ്സിഡിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫങ്ഷണൽ കറൻസി ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ? ക്യാൻ വി യൂസ് സെയിം കറൻസി ആസ് അവർ പേരന്റ്. പേരന്റിന്റെ ഫങ്ഷണൽ കറൻസി തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്യാൻ വി യൂസ് അവർ ഫങ്ഷണൽ കറൻസി ഓഫ് പേരന്റ് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, വി ക്യാൻ യൂസ് ഇറ്റ് ഇഫ് പേരന്റ് dominates subsidy in operations as well as the financial support. പേരന്റ് അത്രത്തോളം ഒരു ഓട്ടോണമി സബ്സിഡിയുടെ മുകളിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, കൺട്രോൾ മാത്രമല്ല, മേ ബി പേരന്റിന്റെ ഒരു മേജർ ക്ലൈന്റ് ആണ് സബ്സിഡറി, അല്ലെങ്കിൽ സബ്സിഡിയുടെ ഒരു മേജർ ക്ലൈന്റ് ആണ് പേരന്റ്. അപ്പോൾ പേരന്റിനെ ഇവർ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുവാണ്. ഫോർ ഓപ്പറേഷൻ ആസ് വെൽ ആസ് ഫിനാൻഷ്യലി ഒരു ലോണൊക്കെ പേരന്റ് സബ്സിഡിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ പേരന്റ് സബ്സിഡിനെ ഭയങ്കര ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം പേരന്റിന്റെ ഫങ്ഷണൽ കറൻസി എന്തായിട്ട് യൂസ് ചെയ്തു? സബ്സിഡിയുടെ ഫങ്ഷണൽ കറൻസി ആയിട്ട് യൂസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്തു എന്നുള്ളത് ആൻസറിൽ നിങ്ങൾ വരുത്തണം. അത് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്? വിൽ അപ്ലൈ IAS 21. ദാറ്റ് ഈസ് വിൽ ചെക്ക് പ്രൈമറി ഫാക്ടേഴ്സ് ഓർ പ്രൈമറി ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് സെക്കൻഡറി ഇൻഡിക്കേറ്റേഴ്സ്. നമ്മൾ പ്രൈമറി ഇൻഡിക്കേറ്റേഴ്സ് നോക്കും, secondary indicators no. So what are primary indicators? Primary indicators എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the currency that mainly influence the sales price or ഏത് കൺട്രിയുടെ മാർക്കറ്റ് ഫോഴ്സസ് ആണ് ഇപ്പൊ ഏത് കൺട്രിയുടെ പെസ്റ്റൽ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ പ്രോഡക്റ്റിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കും. എങ്കിൽ ആ കൺട്രിയുടെ കറൻസി നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? ഫങ്ഷണൽ കറൻസി ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഏത് കറൻസിയിലാണ് നമ്മൾ കൂടുതലും ഡയറക്റ്റ് കോസ്റ്റുകൾ സച്ച് ലേബർ, അതേപോലെ തന്നെ മെറ്റീരിയൽ പോലത്തെ ഡയറക്റ്റ് കോസ്റ്റുകളൊക്കെ നമുക്ക് വരുന്നത് ഏത് കറൻസിയിലാണെന്ന് നോക്കുക. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്രൈമറി ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഒരു ഇൻഡിക്കേറ്റർ ഐഡന്റിഫൈ ചെയ്യുന്നത് ടു ഐഡന്റിഫൈ യുവർ ഫങ്ഷണൽ കറൻസി. സോ ഒന്നെങ്കിൽ കറൻസി ദാറ്റ് മെയിൻലി ഇൻഫ്ലുവൻസ് യുവർ സെയിൽസ് പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ഓർ സർവീസ്, ഓർ ഏത് കൺട്രിയുടെ പെസ്റ്റൽ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസിനെയൊക്കെ എഫക്ട് ചെയ്യുന്നത്. ദെൻ വി ക്യാൻ യൂസ് ദ കറൻസി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കൺട്രി. ദെൻ ഏത് കറൻസിയിലാണ് നമ്മൾ ഡയറക്റ്റ് ലേബർ, മെറ്റീരിയൽ പോലത്തെ കോസ്റ്റുകളൊക്കെ നമ്മൾ ഇൻകർ ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഫങ്ഷണൽ കറൻസി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അതില്ലെങ്കിൽ പിന്നെ നമ്മൾ സെക്കൻഡറി ഫാക്ടേഴ്സിലേക്ക് വരും. സെക്കൻഡറി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്?
the currency in which we will raise receipts of operating activity and നമ്മുടെ ഫൈനാൻസ് ക്യാഷ് ഫ്ലോസ് ഒക്കെ കമ്പനി ലോണോ അല്ലെങ്കിൽ ഇക്വിറ്റിയെ പോലത്തെ ലോണും അങ്ങനത്തെ ഫൈനാൻഷ്യൽ ക്യാഷ് ഫ്ലോസ് ഒക്കെ നമ്മൾ റേസ് ചെയ്യുന്നത് ഏത് കറൻസിയിലാണെന്ന് നോക്കുക. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ടാണ് ആസ് എ സെക്കൻഡറി ഇൻഡിക്കേറ്റർ വി വിൽ കൺക്ലൂഡ് അവർ ഫങ്ഷണൽ കറൻസി. അപ്പോൾ എപ്പോഴും ഒരു ഫോറിൻ കറൻസി സനാരിയോ ആണെങ്കിൽ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ദേ വിൽ ആസ്ക് യു ടു കാൽക്കുലേറ്റ് ദ ഫങ്ഷണൽ കറൻസി റേറ്റ്. അപ്പോൾ ഫങ്ഷണൽ കറൻസി ഐഡന്റിഫിക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. വൺസ് ഫങ്ഷണൽ കറൻസി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ, വി ഹാവ് ടു ഡു ദ ഗുഡ് വിൽ ട്രാൻസ്ലേഷൻ. ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുക ആൻഡ് ഗുഡ് വില്ലിന്റെ ട്രാൻസ്ലേഷൻ കാണിച്ചു കൊടുക്കുക. മോസ്റ്റ് പ്രോബ്ലി അതായിരിക്കും ക്വസ്റ്റ്യൻ. സോ ഗുഡ് വില്ലിന്റെ ട്രാൻസ്ലേഷൻ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ നോർമലി ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമാറ്റ് തന്നെ. സോ ഓപ്പണിംഗ് ക്യാഷ് കൺസിഡറേഷൻ പ്ലസ് NCA അതെല്ലാം സെയിം ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു കാൽക്കുലേറ്റ് ഗുഡ് വിൽ അറ്റ് ദ ഫോറിൻ കറൻസി. ഫോറിൻ കറൻസിയിൽ നിങ്ങൾ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻക്ലൂഡിങ് ക്യാഷ് കൺസിഡറേഷൻ, NCA, നെറ്റ് അസറ്റ്സ് എല്ലാം ആ ഫോറിൻ കറൻസി വാല്യൂലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ആ ഫോറിൻ കറൻസിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? അക്കോർഡിംഗ് ടു ദ എക്സ്ചേഞ്ച് റേറ്റ്, ആസ് പെർ ദ എക്സ്ചേഞ്ച് റേറ്റ് വി വിൽ കൺവേർട്ട് ദാറ്റ് ഗുഡ് വിൽ ടു അവർ ഹോം കറൻസി. നമ്മുടെ ഹോം കറൻസിയിലെ എക്സ്ചേഞ്ച് റേറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് ഗുഡ് വിൽ ലെറ്റ്സ് സേ ഇൻ ഡോളേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ദിനാസിലാണെങ്കിൽ നമ്മൾ ദിനാസിൽ കണ്ടുപിടിക്കും. അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണെന്ന് നോക്കും. ലെറ്റ്സ് സേ $1.5 ദിനാസ് എന്നാണെങ്കിൽ ആ എക്സ്ചേഞ്ച് റേറ്റിൽ നമ്മൾ കൺവേർട്ട് ചെയ്യും. ഓക്കെ, ദെൻ ഇൻ ബിറ്റ്വീൻ ഗുഡ് വിൽ ഇമ്പയർ ആയിട്ടുണ്ടെങ്കിൽ ആ ദിനാസിലുള്ള ഇമ്പയർമെന്റ് എന്താണെന്ന് നോക്കും. അത് നമ്മളൊരു ആവറേജ് റേറ്റിൽ അല്ലെങ്കിൽ ക്ലോസിംഗ് റേറ്റിലായിരിക്കും ഇമ്പയർമെന്റ് നമ്മൾ കൺവേർട്ട് ചെയ്യും. ബിക്കോസ് ഇമ്പയർമെന്റ് എന്ന് പറയുന്നതൊക്കെ എന്താ ഒരു P&L ഐറ്റം ആണ്. സോ വി ഹാവ് ടു ഡു ദ കൺവേർഷൻ ഓഫ് ദ ആവറേജ് റേറ്റ്. ഇഫ് ആവറേജ് റേറ്റ് ഈസ് നോട്ട് ഗിവൺ യു ക്യാൻ യൂസ് ക്ലോസിംഗ് റേറ്റ്. സോ അതിൽ നമ്മൾ എക്സ്പെക്റ്റഡ് ഇമ്പയർമെന്റ് കണ്ടുപിടിക്കും. ദെൻ ഓൺ ദ ഫൈനൽ ഡേറ്റ് ഓർ ഓൺ ദ റിപ്പോർട്ടിംഗ് ഡേറ്റ് ദിനാസിലുള്ള ഗുഡ് വില്ലിനെ നമ്മൾ എന്ത് ചെയ്യും? വിൽ കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഹോം കറൻസി. അപ്പൊ കൺവേർട്ട് ചെയ്യുമ്പോൾ മേ ബി ആ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് എക്സ്ചേഞ്ച് റേറ്റ് മാറാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മുമ്പേ കണ്ട പോലെ ഒരു $1.06 ദിനാസ് ആവും. സോ വെൻ ദർ വിൽ ബി എ ചേഞ്ച്, അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഗുഡ് വില്ലിൽ നിന്ന് എക്സ്ചേഞ്ച് റേറ്റ് മാറിയത് കൊണ്ട് ഡോളേഴ്സിൽ ഇപ്പം ലെറ്റ്സ് സേ ഹോം കറൻസി ഡോളർ ആണെങ്കിൽ ഡോളേഴ്സിൽ വന്ന ഗുഡ് വില്ലിൽ ഒരു ചേഞ്ച് വരാം. സോ ദാറ്റ് വിൽ ലീഡ് ടു എനി ട്രാൻസ്ലേഷൻ ഗെയിൻ ഓർ ലോസ്. സോ വിൽ കീപ് ദിസ് ട്രാൻസ്ലേഷൻ റിസർവ് and we'll show that figure in OCA. ആ ഗെയിൻ ഓർ ലോസ് നമ്മളവിടെ കാണിക്കണം. We have to show it in OCA. Then ആ ട്രാൻസ്ലേഷൻ റിസർവ് എന്താണോ വന്നത് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ഗെയിൻ എന്താണോ വന്നത്, we should split between parent and NCA if it is full goodwill method. ഫുൾ ഗുഡ്വിൽ മെത്തേഡിലാണെങ്കിൽ ആ ഗെയിൻ ഓർ ലോസ് നമ്മൾ ആരോട് ഷെയർ ചെയ്യും? വിൽ ഷെയർ ഇറ്റ് വിത്തിൻ ബോത്ത് പേരന്റ് ആൻഡ് NCA. ട്രാൻസ്ലേഷൻ ഗെയിൻ നമ്മൾ പേരന്റിലേക്ക് മാത്രം കൊടുക്കും ഇഫ് ഇറ്റ് ഈസ് എ പാർഷ്യൽ ഗുഡ്വിൽ അപ്രോച്ച്. പാർഷ്യൽ ഗുഡ്വിൽ അപ്രോച്ച് അല്ലെങ്കിൽ ഒരു പ്രൊപ്പോർഷനേറ്റ് അപ്രോച്ച് ആണെങ്കിൽ ആ ട്രാൻസ്ലേഷൻ ഗെയിൻ ആർക്ക് മാത്രമേ പോകത്തുള്ളൂ? പേരന്റിലും ഒക്കെ പോകത്തുള്ളൂ. ഇതാണ് നമ്മൾ ഫോറിൻ കറൻസിയിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഗുഡ് വിൽ ട്രാൻസ്ലേഷൻ ചെയ്യാൻ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഗുഡ് വിൽ ഫോറിൻ കറൻസിയിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ വിൽ ഡു ദ ട്രാൻസ്ലേഷൻ. സോ ഓപ്പണിംഗ് റേറ്റ് എന്താണോ ആ റേറ്റിൽ ഗുഡ് വിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇമ്പയർമെന്റ് ഉണ്ടെങ്കിൽ ഇമ്പയർമെന്റ് ആവറേജ് റേറ്റ് ഒരു ക്ലോസിംഗ് റേറ്റിൽ കൺവേർട്ട് ചെയ്യുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗുഡ് വിൽ കാണും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഗുഡ് വില്ലിൽ നിന്ന് ഫൈനൽ ഗുഡ് വില്ലിൽ ചെറിയൊരു ചേഞ്ച് വരും. ആ ചേഞ്ച് വരാനുള്ള റീസൺ എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ചേഞ്ച് ഇൻ ദ എക്സ്ചേഞ്ച് റേറ്റ്. So whatever the difference is, that will result in a gain. Most probably a gain ആയിരിക്കും. So that gain should get shared between parent and NCA if it's a full goodwill approach. അല്ല പാർഷ്യൽ ഗുഡ്വിൽ അപ്രോച്ച് ആണെങ്കിൽ ആ ഗെയിൻ പോകുന്ന ആരിലേക്ക് മാത്രമായിരിക്കും? പേരന്റിലേക്ക് മാത്രമാണ്. സോ ഈ ഒരു പാർട്ടാണ് വിത്ത് റെസ്പെക്ട് ടു ഫോറിൻ സബ്സിഡി നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. ഒന്ന്, ഫങ്ഷണൽ കറൻസി ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം ആൻഡ് ഗുഡ്വില്ലിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കാര്യം അറിഞ്ഞിരിക്കുക. So just look into this question. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരുന്ന ഫങ്ഷണൽ കറൻസി ഐഡന്റിഫൈ ചെയ്യാനാണ്. So just read this question and identify functional currency.
സോ റിക്വയർമെന്റ് എന്താന്ന് നോക്കി, ഇത് മാർച്ച് 2020 എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ പ്യുവർ ടൈപ്പ് ഓഫ് SBR ക്വസ്റ്റ്യൻ. അതിൽ വേറെ ചേഞ്ചസ് ഒന്നും വരാൻ സാധ്യതയില്ല. സോ റിക്വയർമെന്റ് എന്താണ്? ഹൗ ഫങ്ഷണൽ കറൻസി ഷുഡ് ബി ഡിറ്റർമൈൻഡ്, 5 മാർക്സ്. ദെൻ ഹൗ ദ കസ്റ്റമർ കോൺട്രാക്ട് ഷുഡ് ബി അക്കൗണ്ടഡ് ഫോർ, 4 മാർക്സ്. അത് നെറ്റ് അസറ്റ്സിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ആൻഡ് ഫൈനലി ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ആ ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷൻ മാത്രമല്ല, ഈവൻ വി ഷുഡ് കൺസിഡർ ദ ട്രാൻസ്ലേഷൻ ഗെയിൻ ഓർ ലോസ് ആസ് വെൽ. ഫസ്റ്റ് ഫങ്ഷണൽ കറൻസി ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. നമ്മൾ ഓൾറെഡി ചെയ്ത, ജസ്റ്റ് ക്വിക്ലി ഗോ ത്രൂ ദാറ്റ് ക്വസ്റ്റ്യൻ. ആ ഫങ്ഷണൽ കറൻസി ഒന്ന് ഐഡന്റിഫൈ ചെയ്തേ. ഏതാണ് ഇവിടുത്തെ ഫങ്ഷണൽ കറൻസി? അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത്, ക്യാൻ വി യൂസ് സെയിം കറൻസി ആസ് പേരന്റ്, പറ്റുമോ നോക്കുക. പറ്റത്തില്ലെങ്കിൽ മാത്രം നമ്മൾ IAS 21 അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ ഫങ്ഷണൽ കറൻസിയിലേക്ക് വരുമ്പോൾ, വാട്ട്സ് എ ഫങ്ഷണൽ കറൻസി ഹിയർ? ക്യാൻ വി യൂസ് സെയിം ആസ് യുവർ പേരന്റ്? ഹമീൻസ് കമ്പനിയുടെ ഫങ്ഷണൽ കറൻസി യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് ക്രോസ് കമ്പനി ഹാസ് എ ഹൈ ഡിഗ്രി ഓഫ് ഓട്ടോണമി ആൻഡ് ഇസ് നോട്ട് റിലൈൻഡ് ഓൺ ഫിനാൻസ് ഫ്രം ഹമീൻസ് കമ്പനി എന്ന് പറയുന്നുണ്ട്. So that clearly indicates that we can't use parents' functional currency as the subsidiary's functional currency here. And they no do sales to Hemmings company make up a significant proportion of their income as well. So that basically indicates that parent in their autonomy alla ivada subsidiary ullathu. They are independent in their operations, both financially and operationally. അപ്പോൾ നമുക്ക് പേരന്റിന്റെ ഫങ്ഷണൽ കറൻസി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഓൾ ഓഫ് ഇറ്റ്സ് സെയിൽസ് ആൻഡ് പർച്ചേസ് ആർ ഇൻവോയ്സ്ഡ് ഇൻ ഗ്രോമിറ്റ്സ്. Therefore, Cross raises most of its finance also in gromitz. സോ ഈ രണ്ട് ഫാക്ടേഴ്സ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ ഫങ്ഷണൽ കറൻസി അപ്പൊ എന്തായിരിക്കും. ആ ഹമീൻസ് കമ്പനിയുടെ ഫങ്ഷണൽ കറൻസി എന്തായാലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ക്രോച്ചിന്റെ IAS 21 പ്രകാരം, based on primary and secondary indicators, we can say that their sales purchases are invoiced in gromitz and raises most of the finance also in gromitz. അങ്ങനെയാണെങ്കിൽ അവരുടെ ഫങ്ഷണൽ കറൻസി എന്തായിരിക്കും ക്രോച്ച് കമ്പനിയുടെ? We can conclude that it's gromitz itself. അല്ലേ? Because staff salary നമുക്ക് നോക്കാൻ പറ്റത്തില്ല, because half of them are paid in dinars and half are paid in gromitz ആണ്. So ഒരു primary factors ഒരു confusion ഉണ്ട്. So basically on the secondary factor basis, that is operationally വരുന്ന receipts gromitzലാണ്, finance raise ചെയ്യുന്നതും gromitzലാണ്. So since primary indicators ഒരു confusion ഉള്ളതുകൊണ്ട്, based on secondary indicators we can arrive at a conclusion that നമ്മുടെ ഫൈനാൻഷ്യൽ ഫങ്ഷണൽ കറൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? gromitz ആയിരിക്കും. Is it clear everyone? എന്തുകൊണ്ടാണ് അപ്പൊ ഫങ്ഷണൽ കറൻസി gromitz ആയെന്ന് ക്ലിയർ ആണോ? സോ ഫസ്റ്റ് അപ്പൊ നമ്മൾ ഗുഡ് വിൽ എല്ലാം ഇനിയും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഏതിലായിരിക്കണം? അപ്പോ gromitzലാണ്. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഗുഡ് വിൽ ഇൻ gromitz. ക്യാഷ് കൺസിഡറേഷൻ ആണെങ്കിലും NCയുടെ വാല്യൂ ആണെങ്കിലും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? gromitzൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഈവൻ നെറ്റ് അസറ്റ്സ് ഒക്കെ നമ്മൾ gromitzലേക്ക് കൊണ്ടുവരണം. എവറിഥിങ് ഷുഡ് ബി ഇൻ gromitz. ദെൻ ആ കിട്ടിയ എന്താണോ കിട്ടുന്ന ഗുഡ് വിൽ, ആ ഗുഡ് വില്ലിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഡോളറിലേക്ക് മാറ്റും. അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? യെസ്. സോ ഫസ്റ്റ് നമുക്ക് ക്യാഷ് കൺസിഡറേഷൻ ഒന്ന് നോക്കാം. ക്യാഷ് കൺസിഡറേഷനിലേക്ക് വരുമ്പോൾ 24 million അവർ പേ ചെയ്തത് ഡോളറിലാണ്. സോ ആ ഡോളറിനെ നമ്മൾ ഫസ്റ്റ് gromitzലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ കൺവേർട്ട് ചെയ്യാനുള്ള എക്സ്ചേഞ്ച് റേറ്റ് അവർ തന്നിട്ടുണ്ട്. ഓൺ 1st January ഡോളർ ടു gromitz എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്, വിച്ച് ഇസ് $1 is equal to 8 gromitz. സോ $1 8 gromitz ആണെങ്കിൽ $24 million എന്ന് പറയുമ്പോൾ എത്ര വരും? 24 into 8 വരും അല്ലെ? സോ ഫസ്റ്റ് വി ഹാവ് ടു കൺവേർട്ട് ദിസ് ഡോളേഴ്സ് ഇൻറ്റു gromitz. സോ ക്യാഷ് ഈസ് 192 ആൻഡ് NCയുടെ വാല്യൂ എത്രയാണ്? വാട്ട്സ് ദ NCA വാല്യൂ at acquisition? NCയുടെ വാല്യൂ എത്ര നോക്കി മക്കളെ? They have directly given it is 6 million. അപ്പോൾ 6 million നമ്മൾ എന്ത് ചെയ്യണം? We have to convert to gromitz. So 6 into 8 48 വരും. ഇനി നെറ്റ് അസറ്റ്സിന്റെ കാൽക്കുലേഷൻ വരുമ്പോഴോ, the net assets are actually split into two. 43 million gromitzലുണ്ട്, 50 million dinars-ലാണ്. So 43 million gromitz നമുക്ക് അതേപോലെ തന്നെ എടുക്കാം. നെറ്റ് അസറ്റ്സ് gromitzലുള്ള നെറ്റ് അസറ്റ്സ് ഉണ്ട്.
43. Then net assets in dinars നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? We have to do the conversion. So 50 ആണ് പറഞ്ഞേക്കുന്നത്. 50 million dinars ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിന് നമ്മൾ കൺവേർട്ട് ചെയ്ത് എന്തിലോട്ട് മാറ്റും? We need to convert into grommets. So grommets to dinar conversion എത്ര? 1 dinar is equal to 2 grommets ആണ്. അപ്പോൾ 50 million dinars എന്ന് പറയുമ്പോൾ എത്ര വരും അത്? 50 into 2, 100 വരും. Okay. So the total of net assets is 43 plus 100 as of now. ഇത് കൂടാതെ വേറെ എന്തെങ്കിലും net assets ഉണ്ടോ നോക്കി? Yes, they have got another net assets, which is basically the other question we have. Customer contracts എങ്ങനെ measure ചെയ്യും ചോദിച്ചിട്ടുണ്ട്. So the subsidiary have a customer contract where we can see there is a customer contract. So excluded from the fair value, there are several contracts with customers of Coach Company. The contractual relationship prohibits the customer of Coach Company from obtaining service from main competitors of Coach Company. So they have estimated the fair value at 1st January 20x4 at 15 million grommets. അപ്പോൾ ഈ 15 million grommets നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? How we are going to consider it? അപ്പോൾ അതിന് ഫെയർ വാല്യൂ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ആസ് പെർ IFRS 3 നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്? അറ്റ് ദ ടൈം ഓഫ് അക്വിസിഷൻ സബ്സിഡിയുടെ ഐഡന്റിഫൈബിൾ ആയിട്ടുള്ള എല്ലാ അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും നമ്മൾ കൺസിഡർ ചെയ്യണമെന്നാണ് പഠിച്ചിട്ടുള്ളത്. സോ ആ 15 million നമ്മൾ എന്ത് ചെയ്യുക? വി ഹാവ് ടു കൺസിഡർ ആസ് എ പാർട്ട് ഓഫ് യുവർ നെറ്റ് അസറ്റ് കാൽക്കുലേഷൻ. അപ്പോൾ അവരത് എക്സ്ക്ലൂഡ് ചെയ്തേക്കുവാണ്. സോ ഒരു ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ആ കസ്റ്റമർ കോൺട്രാക്ട് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് പാർട്ട് ഓഫ് യുവർ നെറ്റ് അസറ്റ് കാൽക്കുലേഷൻ ആസ് പെർ IFRS. So it is 15. So total upon net asset value എത്ര വരും? 43 plus 100 plus 15. So 215 വരും. And total consideration value എത്രയാണ്? 240 വരും. So how much is the goodwill? 25 ആണ് goodwill. So that's a goodwill at acquisition. Is it clear, everyone? Goodwill at acquisition clear ആണോ എല്ലാവർക്കും? Yes. ഈ goodwill നമ്മൾ ഇനി എന്ത് ചെയ്യും? This goodwill needs to get translated. So 25 ആണ് goodwill. അതിന്റെ എക്സ്ചേഞ്ച് റേറ്റ് എത്ര നോക്കി? ഓപ്പണിംഗിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് എത്രയായിരുന്നു? $1 is equal to 8 grommets ആയിരുന്നു. If you remember opening ഉള്ള എക്സ്ചേഞ്ച് റേറ്റ്. So now we are converting grommets to dollars. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? We have to divide 25 by 8. So 3.125 വരും. Then check whether there is any impairment happening to this company's goodwill. Yes. The goodwill is getting impaired by 30%. അപ്പോൾ 30% goodwill impairment ഉണ്ട്. $7.5. So at what rate we are going to convert it? Average rate തന്നിട്ടുണ്ടോ? Have they given the average rate here? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? We can use the closing rate itself. 1:7 യൂസ് ചെയ്യാം. So 7.5 divided by 7 is 1.07. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഗുഡ്വിൽ എത്ര നോക്കിയേ? We are expecting a goodwill of 2.05 million here. Okay. നമ്മൾ ഏകദേശം ഒരു 2.5 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഗുഡ്വിൽ. But the goodwill at reporting date എത്ര വന്നു? 25 minus 7.5 is 17.5. അതിനെ നമ്മൾ 1:7 നമ്മൾ കൺവേർട്ട് ചെയ്യും. 17.5 divided by 7. ആക്ച്വലി എത്ര പറ്റി? അപ്പോൾ എന്ത് വന്നു? 2.05 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. ബട്ട് ആക്ച്വലി ഗുഡ്വിൽ ഇൻക്രീസ് ടു 2.5.
സോ ആ ഡിഫറൻസ് എന്താണ്? ദാറ്റ്സ് എ ഗെയിൻ, ദാറ്റ്സ് എ ട്രാൻസ്ലേഷൻ ഗെയിൻ. ആ ഗെയിൻ നമ്മൾ ഒ സിയിലോട്ട് കൊണ്ടുപോകും. ഇപ്പൊ ഒരു ഫുൾ ഗുഡ് വിൽ മെത്തേഡ് ആയതുകൊണ്ട് ആ ഗെയിൻ ആർക്കൊക്കെ പോകും? ദ ഗെയിൻ വിൽ ഗെറ്റ് ഷെയർഡ് ബിറ്റ്വീൻ പേരന്റ് ആൻഡ് എൻ സി. ആ ഗെയിൻ നമ്മൾ ആർക്കൊക്കെ കൊടുക്കും? പേരന്റിനും എൻ സിയിലേക്കും. സോ ഹൗ മച്ച് പെർസെന്റേജ് പേരന്റ് ഹോൾഡിംഗ് ഹിയർ? 80% ആണ് പേരന്റ് ഹോൾഡ് ചെയ്യുന്നത്. സോ ആ ഗെയിന്റെ 80% ആർക്ക് പോകണം? പേരന്റിലേക്കും. ബാക്കി ഗെയിന്റെ 20% എൻ സിയിലേക്കും. So this is how we have to show that translation part. Is it clear everyone? So ഇങ്ങനെയായിരിക്കും ഒരു ഫോറിൻ സബ്സിഡി ക്വസ്റ്റ്യൻ വന്ന് നമ്മൾ ചെയ്യേണ്ടത്. സോ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. സോ സെയിം ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിവേഴ്സ് ചെയ്തേ ഉള്ളൂ. സോ ഫസ്റ്റ് നമ്മൾ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഡോളേഴ്സിൽ നിന്നൊക്കെ മാറ്റി ബാക്കി കറൻസികളിൽ നിന്നൊക്കെ മാറ്റി എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഫങ്ഷണൽ കറൻസി ഓഫ് സബ്സിഡിയിലേക്ക് എത്തിച്ചിട്ട് വേണം we have to calculate the goodwill. So that's what we have done in first step number 1. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ ഫോറിൻ കറൻസിയിൽ നിന്ന് അതിനെ മാറ്റിയിട്ട് we converted that to home currency. Is it clear everyone?